7 വൻവാതകങ്ങൾ എന്ന വിഷയത്തിന്റെ കീഴിൽ ഞാൻ എൻ്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ലോകത്ത് അല്ലാഹുവിന്റെ എല്ലാ ജീവജാലങ്ങളെക്കാൾ ഏറ്റവും അത്യുന്നതനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് അവൻ ജീവിതത്തിൽ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയിലൂടെ സഞ്ചരിക്കുന്നവനാണ് എന്നാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു പറഞ്ഞു, മനുഷ്യനെ ഞാൻ വഹദൈനാഹു നജ്ദൈൻ, 2 വഴികൾ അവന് ഞാൻ ബോധനം നൽകിയിട്ടുണ്ട്. ഒന്ന് നന്മയുടെ പാതയും മറ്റൊന്ന് തിന്മയുടെ പാതയും. ഈ 2 പാതകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന് സദാ തെറ്റ് ചെയ്യാനുള്ള പ്രകൃതം മനുഷ്യനിൽ അന്തർലീനമാണ് എന്ന് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരുന്നത് ആദ്യ മനുഷ്യൻ തന്നെ അറിയാതെ പാപം ചെയ്തവനാണ്. ഏത് കാര്യം ചെയ്യരുത് എന്ന് അവന്റെ സിട്ടാവായ പടച്ചതമ്പുരാൻ അവനോട് ബോധനം നൽകിയോ, ആ ബോധനത്തിന് വിപരീതമായി പടച്ചതമ്പുരാന്റെ കൽപ്പനകളെ ലംഘിക്കുകയും അവൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യ സങ്കേതമായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ആ പുറത്താക്കപ്പെട്ട നേരത്ത് വളരെ ഖിന്നനായി ദുഃഖിതനായി അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ, ഞാൻ എൻ്റെ ശരീരത്തോട് ഞാൻ പാതകം ചെയ്തവനാണ് എന്ന് താൻ ചെയ്തു പോയ തെറ്റുകളെ ഏകനായ അല്ലാഹുവിന്റെ മുഴുവൻ സമ്മതിക്കുകയും പാപമോചനത്തിനായി അല്ലാഹുവിനോട് കരളുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആദിമ മനുഷ്യന്റെ രൂപം അല്ലാഹുവേ, വ ഇല്ലം തഗ്ഫിർ ലനാ, നീ എനിക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വ തർഹംനാ, നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരാജിതൻ ഞാനായി മാറും അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് വല്ലാതെ ഖേദിച്ചു പറയുന്ന ആദ്യ മനുഷ്യന്റെ ചിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മനുഷ്യൻ എന്ന് പറയുന്നവനെ സംബന്ധിച്ചോളം അവന് സ്ഥിരമായി തെറ്റുകളിലോട്ട് കടന്നു പോകാൻ കഴിയുന്ന ദൗർബല്യം, ഖുലിഖൽ ഇൻസാനു ലഈഫ, ബലഹീനനായി സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കടന്നു പോകാൻ കഴിയാത്തവനായി ഞാൻ പലപ്പോഴും ദുർബലനായി മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് തെറ്റുകൾ ചെയ്യാൻ നൈരന്തര്യമായി പിശാചുക്കൾ നിന്നെ പാരമ്പര്യമായി നിന്നെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ആ പാപങ്ങൾ കാരണത്താൽ പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഖുർആൻ അടിക്കടി നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യുക എന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവ വൈകൃതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മദ്യപാനവും വ്യഭിചാരവും ചൂതാട്ടവും പലിശയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അശ്ലീലതകളും മാനവ സമൂഹത്തിൽ വ്യാപകമായാൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് എന്ന മാത്രയിൽ നിസ്സാരമായി ഗൗനിക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യന്റെ പ്രവർത്തന വൈകല്യം കാരണത്താൽ പ്രാപഞ്ചികമായി ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളുടെയും പുറകിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധീനനായി അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്ത മനുഷ്യന്റെ പ്രവർത്തന വൈകല്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും ആടി വിളിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് മുന്നറിയിപ്പ് നൽകുകയും അതിനെ അടിവരയിട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഈ കടലിലും കരയിലും ഏതൊക്കെ പ്രതിഭാസങ്ങളും ഏതൊക്കെ ദുരന്തങ്ങളും ഏതൊക്കെ പ്രതിഫലനങ്ങളും ഉണ്ടാകുന്നുവോ
അതെല്ലാം ഈ ഭൂമിയുടെ പുറംതുരിയുടെ മുകളിൽ നന്മയിലും സത്യത്തിലും ധർമ്മത്തിലും വിശ്വസിച്ച് ജീവിക്കേണ്ട മനുഷ്യന്റെ പ്രവർത്തന വൈകല്യങ്ങൾ കാരണത്താലാണ് എന്ന് ഖുർആൻ പറയുമ്പോ ആകത്തുകയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപം എന്ന് നാം പറയുന്ന നിസ്സാരമായി കണക്കാക്കുന്ന മനുഷ്യന്റെ പാപം, ആ പാപം അവന്റെ ജീവിതത്തിന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് പാപം എന്നത് മനസ്സിലാക്കാൻ മാനവരാശിക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ വ്യഭിചരിച്ചാൽ എന്ത് കുഴപ്പം, ഞാൻ മദ്യപിച്ചാൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പം, ഞാൻ പലിശ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് നിസ്സാരമായി ലാഘവത്വത്തോടെ ചോദിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഞാൻ തലമറച്ചില്ലെങ്കിൽ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് പലപ്പോഴും ഉപദേശം നടക്കാൻ പോകുന്നവരോട് ലാഘവത്വത്തോടെ പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കട്ടെ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രവർത്തന വൈകല്യങ്ങൾ, ആ വൈകല്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വെറുതെ നിസ്സാരമല്ല. അതറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വളരെ വിശാലമായ വളരെ സുവിദിതമായ ഒരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താണ് ഒരു പാപത്തിന്റെ പരിണത ഫലമെന്നറിയാൻ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ ആദരവായ പ്രവാചക തിരുമേനിയുടെ നിത്യകാല ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പ്രവാചകന്റെ പരിഭ്രമങ്ങളും പരിഭ്രാന്തിയും വ്യത്യാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും ഒക്കെ ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് നിസാരത്തിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്ന ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ അവിടുത്തെ പ്രവാചക പത്നിമാര് ബോധനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അതിൽപ്പെട്ട മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരു ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് റിവായത്ത് ചെയ്യുന്നത് ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് പ്രാമാണികമായി അംഗീകരിക്കപ്പെടുന്ന ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ പറയാ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമൻ ഫഫസിഅ മുഹമിറൻ വജ്ഹുഹു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ഞാൻ ഒരു സമയത്ത് നോക്കിയപ്പോ വല്ലാതെ പരിഭ്രാന്തിയോടെ വിഹുലതയോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന് വല്ലാതെ ചുവപ്പ് നിറം കറന്ന് പരിഭ്രാന്തിയോടെ വിഹുലതയോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിക്കയറി വന്നു. ഇത് വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടായ ആകസ്മികമായ ഒരു സംഭവമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകുലതയോടെ പരിഭ്രാന്തിയോടെ വരാനിരിക്കുന്ന ഏതോ ദുരന്തത്തിന്റെ ഭാവം മുഴുവൻ തന്നെ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ മുഖം മുഴുവനും ചുവന്ന് വിവർണമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് പ്രവാചകൻ ഓടി വരുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏകനായ അല്ലാഹുവിന്റെ തൗഹീദിന്റെയും അസ്തിത്വത്തിന്റെയും ഏകത്വവാദത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പറയാ, അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിഭ്രാന്തി കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോയി, നബിയേ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ മുഖത്ത് ഇത്ര പരിഭ്രാന്തി എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരാനിരിക്കുന്ന ലോകത്തിന്റെ ദുരന്തങ്ങൾ മുഴുവനും തന്റെ ആറാമിന്ദ്രിയത്തിന്റെ അകക്കണ്ണുകൊണ്ട് ലോകത്തോട് പ്രവചിച്ചു കൊടുത്ത ലോകത്തിന്റെ തിരുനായകന്റെ മറുപടി, സൈനബേ ഓ വൈലുൽ ലിൽ അറബ്, അറബ് ലോകത്തിന് നാശം വരാനിരിക്കുന്നു. ഓ വൈലുൽ ലിൽ അറബ്, അറബ് ലോകത്തിന് വലിയൊരു നാശം വരാനിരിക്കുകയാണ്. ബിശരിന കദിക തറബാ, വളരെ അടുത്ത് തന്നെ അറബ് ലോകത്തിന് വലിയൊരു നാശം സംഭവിക്കാനിരിക്കുകയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പരിഭ്രാന്തിയോടെ വന്നിട്ട് പറഞ്ഞ മുന്നറിയിപ്പേതാ, ഓ വൈലുൽ ലിൽ അറബിൻ ശർരിൻ ഖദ് ഖതറബ്, അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ ദുരന്തം അറബ് ലോകത്തെ പിടികൂടാൻ പോവുകയാ. പരിഭ്രാന്തിയോടെ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അറബ് ലോകത്തിന് വരാനിരിക്കുന്ന വലിയ ദുരന്തമേതാണ് നബിയേ? 7 വൻപാപങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പാപത്തിന് മുങ്ങിക്കുളിക്കുന്ന ആധുനിക തലമുറയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മുന്നറിയിപ്പിന്റെ ഹദീസ് പറയാനുള്ള കാരണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, സൈനബേ മറ്റൊന്നുമല്ല, ഫുത്തിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ്, ഫുത്തിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ്, യഅജൂജ് മഅജൂജിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ വലിയ മതിലുകൾക്ക് ഇന്നേ ദിവസം വിള്ളൽ സംഭവിക്കുകയാ. മിഥില ഹാദിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹലക ബിസ്ബൈഹി ബിസ്ബൈഹി ലിബ്ഹാമി ഓ വല്ലതി തലിഹാ, തന്റെ തള്ളവരലും തന്റെ ചൂണ്ടുവിരലും രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ചേർത്ത് വെച്ച തള്ളവിരലും ചൂണ്ടുവിരലും ഒരു ചെറിയ ദ്വാരം പോലെ ചേർത്ത് വെച്ച് ഇതേപോലെ അങ്ങ് കാണിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈനബേ അറബ് ലോകത്തിന് ഇതേപോലൊരു അപകടം വരാനിരിക്കുകയാ. ഏതാണെന്നറിയോ? ഫുത്തിഹൽ യൗമ റദ്മി യഅജൂജ വമഅജൂജ്, യഅജൂജ് മഅജൂജിനെ തളച്ചിട്ടിരിക്കുന്ന മതിൽക്കെട്ടുകൾക്ക് ഇപ്പോൾ ഇത്രയേറെ സുഷിരം വീണിരിക്കുകയാ. ആ യഅജൂജ് മഅജൂജ് മതിൽ പൊളിച്ചിട്ട് വെളിയിലോട്ട് വരാൻ അവർ പരിശ്രമത്തിലാണ്. ഇന്നത്തെ ദിവസം യഅജൂജ് മഅജൂജിനെ തളച്ചിട്ടിരിക്കുന്ന ഭിത്തികൾക്ക് ഈ കാണുന്ന വലിപ്പത്തിന് വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ് എന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു തആലയോട് പറയുമ്പോ സൈനബ് റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ഓ നബിയേ, യഅജൂജ് മഅജൂജ് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് യഅജൂജ് മഅജൂജ് പുറപ്പെടുക. ആ സമയം ചോദിച്ചു, അഫതുഹ്ലികൂ വഫീനാ സ്വാലിഹൂൻ, ഓ നബിയേ, ഞങ്ങളുടെ ഇടയിലെ സച്ചരിതരെ സൂഫികളും മൗലിയാക്കളും പണ്ഡിതന്മാരും ഒക്കെ ജീവിച്ചിരിക്കുമ്പോ ആ ശിക്ഷ ഞങ്ങൾക്കും ബാധിക്കുമോ? യാ റസൂലല്ലാഹ് എന്ന് ഞാൻ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മടിപറി വിഷയത്തിന്റെ പ്രഥമ ഭാഗമായി ഞാൻ സൂചിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു സമൂഹത്തിൽ ഏറ്റവും വലിയ ശിക്ഷകൾ ഉണ്ടായാൽ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയാൽ, ആ സമൂഹത്തിൽ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഉണ്ടെങ്കിൽ ശരി, അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് ബാധകമാണ്. എപ്പോഴെന്നറിയോ? ഇദാ കസുറൽ ഖബസു, ആ സമൂഹത്തിൽ അനാവശ്യങ്ങളും അശ്ലീലതകളും പാപങ്ങളും വ്യാപകമായാൽ, എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഏതാ? ഇദാ കസുറൽ ഖബസു, ഏതെങ്കിലും ഒരു സമൂഹത്തിലോ ഒരു നാട്ടിലോ ഒരു ഗ്രാമത്തിലോ ഒരു മഹല്ലിലോ ഒരു വീട്ടിലോ പാപങ്ങൾ വല്ലാതെ പടർന്നു പോയാ, പാപം ഇവിടെ വലുതാകുന്നുവോ, ആ സമയത്ത് യഅജൂജ് മഅജൂജിന്റെ മതിൽക്കെട്ടുകൾക്ക് പോലും ദ്വാരം വീഴ്ത്താൻ ഒരു സമൂഹത്തിന്റെ പാപത്തിന് കഴിയുമെങ്കിൽ ഞാനൊന്ന് വിനീതമായി ചോദിച്ചു കൊള്ളട്ടെയോ? ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാപമുണ്ടായപ്പോ, പാപം ബാധിച്ചപ്പോ യഅജൂജ് മഅജൂജിന്റെ മതിൽ കെട്ടിന് ഇത്രയേറെ ദ്വാരം ബാധിച്ചെങ്കിൽ 1400 വർഷം കഴിയുമ്പോ ഇത്രയേറെ പാപങ്ങൾ ലോകത്ത് നടമാടുമ്പോ ആ പാപം കാരണത്താൽ യഅജൂജ് മഅജൂജിന്റെ മതിൽ കെട്ടുകൾ എത്രയോ വലിപ്പമുള്ള ദ്വാരമുണ്ടായിട്ടുണ്ടാവും, എത്രയോ പെട്ടെന്ന് ലോകാവസാനത്തിലേക്ക് അത് അടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്. ഓരോ സമൂഹത്തിൽ വ്യഭിചാരവും മദ്യപാനവും പലിശയും അനാവശ്യവും പരീലതവും അനാചാരങ്ങളും വർദ്ധിക്കുമ്പോ അത് ലോകാവസാനത്തിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ബാധിക്കുന്നതല്ല, ഒരു സമൂഹത്തെ ബാധിക്കുന്നതല്ല, ഒരു നാടിനെ ബാധിക്കുന്നത് മാത്രമല്ല, ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ഏത് സമയത്ത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിൽ പാപങ്ങൾ ബാധകമാകുന്നുവോ ആ സമയത്ത് ലോകാവസാനത്തിന്റെ തലേനാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ മുഴുവനും അധികരിച്ചു പോകുന്നൊരു ലോകത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, ഓരോരോ പാപങ്ങൾ വ്യാപകമാകുമ്പോ വ്യഭിചാരത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കള്ളുകുടിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് വിലക്കി കളഞ്ഞ 7 മഹാപാതകങ്ങളുണ്ട്. എല്ലാ പാപങ്ങളുടെയും നേതാവെന്നറിയപ്പെടുന്ന 7 വൻപാതകങ്ങൾ, സപ്തപാതകങ്ങൾ. ആ പാതകങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ഏതൊക്കെ സാഹചര്യം വന്നാലും, ഏതൊക്കെ അവസരം വന്നാലും 7 പാപങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ഇജ്തനിബൂ സബഅൽ മൂബിഖാത്ത്. ഏതൊക്കെ പിശാച് തുലച്ചാലും, ഏതൊക്കെ പ്രയാസം വന്നാലും, പ്രതിബന്ധം വന്നാലും, എത്രയൊക്കെ ആയാലും ഒരു മുഅ്മിനാണോ, അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ചവനാണോ, ഇജ്തനിബൂ സബഅൽ മൂബിഖാത്ത്. 7 വൻപാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു വിശ്വാസിയാണോ ഈ പറയാൻ പോകുന്ന 7 പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 7 വൻപാപങ്ങൾ പറയണ ആകെ 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് വെറുതെ സമയം നമ്മൾ വേറൊന്ന് പറഞ്ഞ സമയം കളയുന്നതിനേക്കാൾ നല്ലത് വല്ലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ കൃത്യമായി ചില കാര്യങ്ങൾ പറയുക എന്നതാണ്. ഒരു സത്യവിശ്വാസിയാണെങ്കിൽ, ഈമാനുള്ളവനാണോ, അവന്റെ ജീവിതത്തിൽ ഈ 7 പാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പാപങ്ങൾ സ്വാഭാവികമാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കൈവങ്ങാനുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. ചില ആളുകൾ പറയും, ആ ചെറുപ്പക്കാർ മുഴുവനും വഴിപടച്ചു പോയി, ചെറുപ്പക്കാർ മുഴുവൻ മോശമാണ്. എന്നാ കളവന്മാരോ എല്ലായിടത്തും വേണ്ട ചെറുപ്പക്കാര് വഴിപടച്ചു എന്നാണ്. വൃദ്ധന്മാരോ നല്ലവരാ. പാപം ചെയ്യുന്ന കാര്യത്തിൽ പ്രായത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. പിശാച് ആരെയൊക്കെ സ്വാധീനിക്കുന്നു അവനൊക്കെ പാപത്തിലോട്ട് കടന്നു പോകും. അത് വൃദ്ധനാവട്ടെ യുവാവാവട്ടെ എല്ലാവരും ഒരുപോലെയാണ്. എത്രയോ നല്ല യുവാക്കളുണ്ട്, എത്രയോ നല്ല വൃദ്ധന്മാരുണ്ട്. അതുകൊണ്ട് പ്രായമല്ല, പിശാചവനെ സ്വാധീനിക്കുന്നതാണ് പ്രശ്നം. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന 7 പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആ പാപം തൗബ ചെയ്താൽ പോലും സ്വീകരിക്കില്ല എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. ഉലമാക്കളുടെ അഭിപ്രായത്തിൽ തൗബ കൊണ്ട് പോലും ചിലപ്പോൾ സ്വീകരിക്കപ്പെടില്ല എന്ന് അഭിപ്രായപ്പെട്ട മസലയല്ല എന്ന് അഭിപ്രായപ്പെട്ട ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയാൻ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ 7 പാപങ്ങളാണ് നമ്മൾ ഇന്ന് പറയാ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള ഒരു വലിയ ഈമാന്റെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 7 വൻപാപങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണേ.
മരിക്കുന്നത് വരെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഈ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിലൊന്നാമത്തെ ഏറ്റവും വൻപാതകത്തിൽപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ഏകനായ റബ്ബിനോട് ശിർക്ക് വെക്കുക, ഏകനായ ഖഹാറായ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട 7 പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗബ ചെയ്താൽ പോലും അല്ലാഹു സ്വീകരിക്കാത്ത പാപമാണ് ഏകനായ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുതരാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഏകനായ നിന്നെ സൃഷ്ടിച്ചാ, നിന്നെ പടച്ചാ, നിനക്ക് ഭക്ഷണം തന്നാ, നിനക്ക് ആരോഗ്യം തന്നാ, നിനക്ക് ഭാര്യയെ തന്ന്, നിനക്ക് മക്കളെ തന്നാ, നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നാ, നിന്റെ അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർത്താൽ ഏത് പാപം ചെയ്താലും അല്ലാഹു പുറത്തു മാപ്പാക്കി തരും. വ്യഭിചരിച്ചാൽ തൗബ ചെയ്താലും മാപ്പാക്കി തരും. മദ്യപാനി തൗബ ചെയ്താലും മാപ്പ് കിട്ടും. പക്ഷേ അല്ലാഹുവിനോട് പങ്കു ചേർത്താൽ, എന്റെ വഹദാനിയത്തിനോട് പങ്കു ചേർത്താൽ, എന്റെ റുബൂബിയത്തിനോടും എന്റെ വഹദാനിയത്തിനോടും നിങ്ങൾ പങ്കാളികളെ ചേർത്താൽ അത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഏത് പാപവും ഉദ്ദേശിച്ചാൽ പുറത്തു മാപ്പാക്കി തരും. പക്ഷേ ശിർക്ക് മാത്രം അല്ലാഹു പൊറുക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ സഹോദരങ്ങളെ പടച്ചറപ്പിനോട് നമ്മൾ പങ്കു ചേർക്കുന്നത്? എന്തിനാ? ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മക്കളെ തന്നതാരാ, നിനക്ക് ഭാര്യയെ തന്നതാരാ, നിനക്ക് ആഹാരം തന്നതാരാ, നിനക്ക് ഭക്ഷണം തന്നതാരാ, നിനക്ക് ആരോഗ്യം തന്നതാരാ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീ വൈദാ മരിൽതു ഫഹുവ യശ്ഫീ. എനിക്ക് രോഗം വന്നാൽ എനിക്ക് രോഗത്തിന് ശിഫ നൽകുന്ന, എനിക്ക് വെള്ളം കുടിക്കാൻ തരുന്ന, എനിക്ക് കഴിക്കാൻ ആവശ്യാനുസരണം ഭക്ഷണം നൽകുന്ന എന്റെ അല്ലാഹ്, പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് ഞാൻ എന്റെ ചിന്തയെ തിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ഇടയിൽ എത്രയോ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നടമാടുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല, അല്ലാഹുവിലുള്ള വിശ്വാസമില്ല. ലോകത്തിന്റെ പണം ഉണ്ടാക്കാൻ ഏതൊക്കെ ശിർക്കിന്റെ വഴികളാണ് നമ്മൾ തേടുന്നത്. ആർക്കും എന്നോട് പരാതിയും പരിഭവവും തോന്നരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാവാൻ, പെട്ടെന്ന് സമ്പന്നനാവാൻ ഏതൊക്കെ വഴികളാ മോനെ? ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവാരുടേതാ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഖജനാവന്റെ റബ്ബിന്റേതാ. ആ ഖജനാവിൽ നിന്ന് അവൻ എനിക്ക് തന്നാൽ അവനെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ എന്റെ ഖജനാവ് നിന്റെ ഖജനാവിന്റെ മുമ്പിലാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഖജനാവ് ആരുടെ ഖജനാവാ? ആരുടെ ഖജനാവാ? ഒന്ന് പറ മനുഷ്യന്മാരെ. ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവ് ആരുടേതാ? അള്ളാഹുടെ ഖജനാവാണ്. ആ ഖജനാവ് ഉണ്ടാകുമ്പോ അള്ളാഹു അല്ലാത്തതിലേക്ക് നമ്മൾ എന്തിനാ ഖജനാവിന്റെ സൂക്ഷിപ്പിന് വേണ്ടി പോവുക? ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഏതൊക്കെ അനാചാരങ്ങളാണ്, ശിർക്കിൻ വഴികൾ ഏതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്? രാവിലെ ടിവിയുടെ മുമ്പിൽ പോയിരുന്നാൽ ഒരമണിക്കൂർ പരസ്യമുണ്ട്. ഇപ്പൊ എല്ലാ ചാനലിലും ഈ മോതിരം വിരലുമയിട്ടാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ ലക്ഷാധിപതിയാവും. ഈ കല്ലെടുത്തിട്ട് നിങ്ങൾ കഴുത്തുമ്മേ കെട്ടിയാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ കോടിപതിയാവും. ഈ പൂജിച്ച സാധനം എടുത്തിട്ട് അരേ കെട്ടിയാൽ നിങ്ങളുടെ പെറാത്ത പെണ്ണ് പ്രസവിക്കും. ഈ ഏലസ് എടുത്തിട്ട് കഴുത്തുമ്മേ കെട്ടിയാൽ നീ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാവും. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കിയ ചങ്ങാതിക്ക് തെളി കെട്ടിയാ പോരായിരുന്നു? ഈ എലി കെട്ടിയാലും മാന്ത്രിക ഏലസ് എലിയിൽ അരയിൽ കെട്ടിയാൽ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാകുമെങ്കിൽ ആദ്യം കെട്ടേണ്ടത് ആരാ?
പറ മനുഷ്യന്മാരെ, അത് ആദ്യം കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടത് ആരാ? അത് ഉണ്ടാക്കിയവനല്ലേ ആരെ കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടത്? ഇതുപോലും ചിന്തിക്കാനറിയാത്ത പച്ച പൊട്ടികളെ നിങ്ങളല്ലേ മണിയോടൊന്ന് പൈസയും കൊടുത്തിട്ട് കാത്തിരുന്നത്? ഈ നേരൊക്കെ അന്ധവിശ്വാസങ്ങൾ. ക്യാൻസർ വന്നു, ട്യൂമർ വന്നു, വീട്ടില് സമാധാനമില്ല, പ്രയാസമാണ്. ഏറ്റവും പോയിരുന്നിട്ട് അതിജീവന കലയുടെ ആചാര്യന്റെ മുമ്പിൽ പോയി ഭസ്മാസനത്തിലിരുന്നിട്ട് ശ്വാസം മേപ്പോട്ട് വലിച്ചു വിട്ടിട്ട് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ. എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? വീട്ടില് സമാധാനമില്ല, വീട്ടിൽ അസ്വസ്ഥതയാണ്, വീട്ടിൽ പ്രയാസങ്ങളാണ്, അത് മാറുന്നില്ല. ആൾ രൂപങ്ങളുടെയും ആൾ ദൈവങ്ങളുടെയും മുമ്പിൽ പോയി അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ചിതലരിച്ച വിശ്വാസത്തിന്റെ അടിമകളെ അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല. അള്ളാഹു അല്ലാത്ത ആരാധനകൾ പങ്കു ചേർത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിനക്കേത് വേദനയുണ്ടായാലും, നിനക്കേത് പ്രയാസം ഉണ്ടായാലും, നിനക്കേത് ബുദ്ധിമുട്ടുണ്ടായാലും നീ നിന്റെ വേവലാതിയും ആവലാതിയും പറയേണ്ടതാരോടാ? എന്നെന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹങ്ങൾ മുഴുവനെ ശിർക്കിലേക്ക് പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് നമ്മളെ വെളിയിലാക്കുന്ന ആചാരങ്ങൾ പോലും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നില നടമാടിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പൊറുക്കില്ല എന്ന് പറഞ്ഞ 7 വൻപാതകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് ശിർക്കു ബില്ലാഹ്. ഏകനായ അള്ളാഹുവിനോട് പങ്കുവെക്കുക. നിങ്ങൾക്കറിയുമല്ലോ, മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ പറയുമ്പോൾ എനിക്ക് ഏറെ പറയാനുണ്ട്. ആരാരും കടന്നു വരാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ നിറഗർഭിണിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ പ്രസവത്തിന് വേണ്ടി പോകുമ്പോ പ്രസവ വേദന കൊണ്ടവരെ നിലവിളിക്കുമ്പോ വല്ലാതെ വേദന വന്നിട്ട് പ്രസവ വേദന മരണത്തിന് സമാനമായ വേദനമെന്ന് നിലവിളിക്കുമ്പോ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ മരണത്തിന് സമാനമായ വേദന അനുഭവിക്കുമ്പോൾ മറിയം ബീവി പറഞ്ഞ വാക്കേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവേ, മരണത്തിന് സമാനമായ വേദന വരുമ്പോ ഈ മരുഭൂമിയിൽ കിടന്ന് മറിയമൊന്നും മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പടച്ചവനെ, പ്രസവിക്കാൻ നേരത്തുള്ളൊരു വേദന ഒരു പെണ്ണിനറിയാമല്ലോ. അല്ലാ എന്ന് നിലവിളിക്കുന്ന ഉമ്മ എന്ന് മനസ്സുകൊണ്ട് നിലവിളിക്കുന്ന സമയത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുപ്പറമ്പിൽ ചുട്ടുപടുത്ത് കിടക്കുന്ന മണൽ തരികളുടെ ചൂടല്ലാതെ ഒരു ഈത്തപ്പന മരത്തിന്റെ കരിഞ്ഞുണങ്ങിയ അവശിഷ്ടമല്ലാതെ മറ്റൊന്നുമില്ലാത്ത മരുഭൂമിയില് മറിയം ബീവി ഗതികെട്ട് വിളിക്കുകയാ. എങ്ങനെയാ ഗതികെട്ട് വിളിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാ, അമ്മയുജീബ് മുളുത്തറ ഇദാ ദആ. ഗതിമുട്ടിയൻ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ആരാ ചോദിക്കുന്നതും ബാക്കവിയുടെ വകയുള്ള ഖുർആനാണ്. അമ്മയുജീബ് മുളുത്തറ ഇദാ ദആ. ഗതിമുട്ടി കഴിയുമ്പോ അല്ലാഹ് വിളിച്ചു ചോദിച്ചാൽ ആ സമയത്ത് വിളി കേൾക്കാൻ ഞാനാണ്, നിനക്ക് മറ്റാരാണുള്ളത്? അറിവില്ലാത്ത മരുഭൂമിയിൽ ഗതി കെട്ടപ്പോ മറിയം റളിയല്ലാഹു തആല പറഞ്ഞു പോയി, അല്ലാഹുവേ, പടച്ചവനെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല അല്ലാഹ്. യാ ലൈതനീ മിത്തു ഖബല ഹാദാ വകുനതു നസിയം മനസിയാ. ഈ നിന്ന നിപ്പിന് മരുഭൂമിയിൽ കിടന്ന് മറിയം ഇപ്പൊ തന്നെ മരിച്ചാൽ കൊള്ളാമായിരുന്നല്ലോ അല്ലാഹ്. മരണത്തെ പോലും ആഗ്രഹിക്കുന്ന രീതിയിൽ ഗതിമുട്ടിയപ്പോ മറിയം ബീവി വിളിച്ച സമയത്ത് മറുപടി കൊടുത്തതാരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ സമയത്ത് ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനീ ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ.
فناداها من تحتها ألا تحزني. ആ സമയത്ത് അശരീരി കേട്ടു, മറിയമേ അല്ലാ തഹ്സനി, നീ ദുഃഖിക്കണം മറിയമേ, ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. ആരാ വിളിക്കുന്നത്? ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ, ആദി വരുമ്പോ, വ്യാധി വരുമ്പോ, കണ്ണീര് വരുമ്പോ, സങ്കടം വരുമ്പോ, പ്രയാസം വരുമ്പോ, പ്രതിബന്ധം വരുമ്പോ, ആ സമയത്ത് നമ്മുടെ ഹൃദയം നോവുന്ന സമയത്ത് നമ്മളോട് ആശ്വാസത്തിന്റെ വചസ് പറയാ. ആരാ പറയുന്നത്? അല്ലാഹു പറയാ. അല്ലാ തഹ്സനി, ദുഃഖിക്കണ്ട മറിയമേ, ദുഃഖിക്കണ്ട മറിയമേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിനോട് നമുക്കത്ര അടുപ്പമുണ്ടെങ്കിൽ, അവനാണ് സഹായം ചെയ്യാ നമുക്കുള്ളതെങ്കിൽ, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് സഹായം ചെയ്യാൻ അല്ലാഹു കാത്തിരിക്കുമ്പോ, മോനെ സിറിയ നമ്മെ ബുദ്ധിമുട്ടുന്നില്ല, റോഹിംഗ്യ നമ്മെ അലോസരപ്പെടുന്നില്ല, കാശ്മീര് നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, ഗുജറാത്ത് നമ്മളെ വേവലാതിപ്പെടുത്തുന്നില്ല, അധികാരത്തിന്റെ അടയാളങ്ങൾ നമുക്ക് അസ്വസ്ഥരാക്കുന്നില്ല. കാരണം അധികാരത്തിലിരുന്നിട്ട് ന്യൂനപക്ഷത്തിന് പേര് മെക്കിട്ട് കയറുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നമ്മളെ ആരും അലോസരപ്പെടുത്തണ്ട. കാരണം എന്താ? എപ്പോഴും ന്യൂനപക്ഷത്തെ സഹായിച്ച റബ്ബല്ലേ നമ്മുടെ കൂടെയുള്ളത്. അപരകത്തിന്റെ ആനപ്പട കൈബാലയത്തെ തകർക്കാമെന്നപ്പോ, അപരകത്തിന്റെ ആനപ്പടയുടെ മസ്തകത്തിലേക്ക് വെട്ടുവിളികളുടെ കൈയെടുക്കുന്ന ചെറിയ കല്ലുകൾ കൊണ്ട് ആനയുടെ മസ്തകത്തെ തകർത്തെറിഞ്ഞ പടച്ച റബ്ബില്ലേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലർനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. വെട്ടുകളികളുടെ കയ്യിലൊതുങ്ങി നിൽക്കുന്ന ചരൽക്കല്ല് മസ്തകത്തിൽ പതിച്ചിട്ട് അബ്രഹത്തിന്റെ ആനപ്പടം മക്കയിലൂടെ ഓടുന്നത് കണ്ടപ്പോ, മക്കയിലെ തെരുവ് കുട്ടികൾ ഓടിപ്പറം പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടിയത്രേ. ഈ ആനകൾ ഓടുന്നത് കണ്ടപ്പോ ചെറിയ കുരുവികളുടെ കയ്യിലെടുക്കുന്ന കല്ല് താഴെ വീണിട്ട് ആനപ്പട ഓടുന്നത് കണ്ടപ്പോ, ആ മക്കയിലെ ചെറുപ്പക്കാരായ തെരുവ് കുട്ടികൾ പരിഹസിച്ചിട്ട് പാട്ടുപാടിയില്ല മുഅ്മിനേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബു വല്ലർനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബു. മൂക്കില്ലാത്ത മുറിമൂക്കന്റെ രാവ് ഓടിപ്പോവുകയാ. അബ്രഹത്തിന്റെ മൂക്കിനൊരു മുറിവുണ്ടായിരുന്നത്രേ. ആ മുറിമൂക്കന്റെ രാവ് ഓടിപ്പോകുന്നതെന്ന് മക്കയിലെ തെരുവിലെ കുട്ടികൾ പാടുന്ന രീതിയിൽ കൈബാലയത്തെ സംരക്ഷിച്ച തമ്പുരാ നമ്മുടെ ചാരത്തിരിക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സംരക്ഷണമല്ലേ, അവനല്ലേ സംരക്ഷകന്. അവൻ ഇസ്ലാമിന്റെ അങ്ങനെ നിന്ന് ഫറോവയുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ സംരക്ഷിച്ച അല്ലാഹ്, ശദ്ദാദിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിനെ ലോകത്തോട്ട് സംഭവിപ്പിച്ച അല്ലാഹ്, അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിന്റെയും ബദറിന്റെ കിണറ്റുകളിലേക്ക് വലിച്ചെറിഞ്ഞ അല്ലാഹ്, ഒരു കാലത്ത് അഫ്ഗാനിലേക്ക്, ഒരു കാലത്ത് റഷ്യൻ ചമ്പടയുടെ അധിനിവേശത്തിൽ നിന്ന് തസ്ബീഹ് മാലകളെ കയ്യിൽ പിടിച്ചിട്ട് തെറുത്തു നിന്ന അഫ്ഗാൻ മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്ത അല്ലാഹ്, താത്താരികളുടെ പട്ടാളം വന്നിട്ട് ചെങ്കിസ് ഖാൻ തകർത്തെറിയാൻ ആഗ്രഹിച്ചപ്പോ, തകർത്തെറിയാൻ ആഗ്രഹിച്ച കുടുംബത്തിൽ നിന്ന് ചെങ്കിസ് ഖാന്റെ മകന് സത്യവിശ്വാസം കൊടുത്തിട്ട് ഇറാഖിന്റെ മണ്ണിൽ ഇസ്ലാമിനെ പുനർജീവിപ്പിച്ച അല്ലാഹ്, ജോർജ് ബുഷും ടോണി ബ്ലെയറും ഏരിയൽ ഷെറോണും ബെഞ്ചമിൻ നെതന്യാഹുവും മാന്യ പരിശ്രമിച്ചിട്ടും ഇന്നും 948 മുതൽ ഒരു ലോകരാഷ്ട്രത്തിന്റെ കഴുകൻ കണ്ണുകളുടെ മുമ്പിൽ പ്രതിരോധത്തിന്റെ അഗ്നിനാമ്പുകൾ കൊണ്ട് ഈ ചവണയിലെ കല്ലുകൊണ്ട് പിടിച്ചു നിന്ന ഫലസ്തീനെ ഇപ്പോഴും നിലനിർത്തുന്ന അല്ലാഹ് മരിച്ചിട്ടില്ല മോനെ. ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്റെ റബ്ബിന് മരണമില്ല, എന്റെ റബ്ബിന് അവസാനമില്ല, അവന്റെ ആസ്തിക്യത്തിനൊരു തുടക്കമില്ല, അവന്റെ ശേഷിപ്പിനൊരു അവസാനവുമില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാ, ഏത് സമയത്ത് ഗതിമുട്ടിയാലും അമ്മയുജീബുൽ മുദ്ദറ ഇദാ ദആ, ഗതിമുട്ടിയവൻ വിളിച്ചാൽ ആ സമയത്ത് മറുപടി തരാൻ ഞാനില്ലയോ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൗമി ലിൽ ഇത്ലാഖി.
ഏത് സമയത്ത് നീ ഗതിമുട്ടിയാലും നീ ചോദിച്ചാൽ, നീ വിളിച്ചാൽ നിനക്ക് ആശ്വാസം തരാൻ ഞാനില്ലേ. പിന്നെന്തിനാ വേറൊരാളുടെ ആവശ്യമുണ്ടോ? അല്ലാഹു മദി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അടിമയ്ക്ക് അല്ലാഹു പോലെ അവനേക്കാൾ വലുത് പിന്നെ വേറെ ആരാ? അവനാണ് ഖാലിഖ്. ലോകത്തുള്ള എല്ലാ ഖൽഖുകളെയും പടച്ച ഖാലിഖ് എന്റെ അല്ലാഹ്. ആ ഒരു ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിട്ട് മനുഷ്യന്മാരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടം വളരെ കുറവാണ്. എനിക്കറിയാതെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടം വളരെ കുറവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കുറുക്കിൽ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. ഉസ്താദെ, സ്വർഗത്തിൽ നേരിട്ട് പോകാൻ പറ്റുന്ന സലാത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചാണ് അപ്പ നമ്മൾ നിക്കരിക്കാനും വയ്യ, നോമ്പ് പിടിക്കാനും വയ്യ, സക്കാത്ത് കൊടുക്കാനും വയ്യ, ഒന്നിനും വയ്യ. സ്വർഗത്തിലോട്ട് നേരിട്ട് പോണ സലാത്തുണ്ടോ? നമ്മൾ റെഡിയാണ്. അതങ്ങനെ കിട്ടണ ഒരു സാധനമല്ല. മനസ്സിൽ ഒരു മുഅ്മിനിന് ആദ്യമായി ഉണ്ടാകേണ്ട മനസ്സിലെ അടിസ്ഥാന തത്വം അത്തവക്കലു അലല്ലാഹ്, പടച്ച റബ്ബിലുള്ള തവക്കുലാണ്. ഈ തവക്കുൽ ഇല്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ, ആ മറിയം റളിയല്ലാഹു തആല അൻഹയെ ബായിക്ക് നിൽക്കണ പുതിയാപ്പിളമാർക്കാണ് ഈ ഫ്രണ്ട് കസേര ഇട്ടേക്കണം. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഇരിക്കാം. നിങ്ങളവിടെ നിന്ന് എത്ര നേരം ഒന്നും പറഞ്ഞാൽ കേൾക്കുക. നല്ല സഹോദരങ്ങൾ വന്ന് ഇരുന്ന് കേൾക്കും. 2 മണിക്കൂർ ഈ കൂടുതൽ ഒട്ടും ഉണ്ടാവില്ല. ഒന്ന് ഇരുന്ന് കേട്ടോളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല. ഉറക്കെ പറയണം. ഏക സിവിൽ കോഡ് നടപ്പാക്കാത്തതുകൊണ്ട് നമ്മൾ വലിയ സമരത്തിലാണ്. നമുക്ക് നമ്മുടെ സിവിൽ കോഡ് തന്നെ സ്വന്തം നടപ്പാക്കാൻ കഴിയില്ലതാണ്. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ചങ്കില് ചോര നിൽക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല വേറെ കാര്യം. രണ്ടാമത് നമുക്കൊരു സിവിൽ കോഡില്ലേ? സലാം പറയാ, ആമീൻ പറയാ, സലാത്ത് ചൊല്ലുക. ഇതൊക്കെ നമ്മുടെ ഒരു സിവിൽ കോഡല്ലേ? ആ സിവിൽ കോഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ? ഈ കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ട തൊപ്പി ഒരു കക്ഷത്തിൽ വെക്കണം. നമ്മുടെ ഈ ഭീരുത്വം എന്നാ മാറുക? നമുക്കൊരു വല്ലാത്ത അപകർഷതാ ബോധം നമ്മളെ ബാധിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യം 7 കാര്യങ്ങൾ പറയണം. അതുകൊണ്ട് ഓരോ കാര്യവും കുറേശ്ശെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് 7 വൻപാപങ്ങൾ. ഇത് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തേത് ശിർക്കാണ്. അള്ളാഹു പറയാ വിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയം റളിയല്ലാഹു തആല നിലവിളിക്കാൻ, അല്ലാഹുവേ മരിച്ചാ മതിയായിരുന്നു. അതിൽ കൂടുതലൊരു പ്രയാസം കെട്ട് നമ്മൾ പറയില്ല, പടച്ചോനെ അനുഭവിച്ചു കുഴഞ്ഞു, അല്ലാഹുവേ ഇനി താങ്ങാൻ പറ്റൂല, ഒന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് സാധാരണ പറയൂല്ലോ. കടം, പ്രയാസം, ബാധ്യത, സങ്കടങ്ങള്, കണ്ണീരുകള് എന്ന് വേണ്ട, മക്കള് പ്രശ്നം, ഭാര്യ പ്രശ്നം, മാതാപിതാക്കള് പ്രശ്നം, ഇങ്ങനെ ഓരോരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് ഞാൻ ആദ്യം പറയണത്. അത് നോക്ക്. ആ സമയത്ത് മറിയം റളിയല്ലാഹു തആല, ആരാ മറിയം? നിന്നെപ്പോലൊരു പെണ്ണ. ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുവേ യാ ലൈതനീ മിത്തു ഖബല ഹാദാ വകുനതു നസിയം മനസിയാ. അല്ലാഹുവേ ഞാൻ ഈ സമയത്ത് ഈ നിന്നനിപ്പിലൊന്നു മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ആരാരും കടന്നു വരാത്ത മരുഭൂമിയിൽ ഒരു അശരീരി കേൾക്കുന്നത്. മറിയമേ ഫനാദാഹാ മിൻ തഹ്തിഹാ ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. താഴോട്ട് നോക്ക് മറിയമേ, അല്ലാഹു നിനക്ക് വേണ്ടി ഒരു അരുവിയെ ഒലിപ്പിച്ചത് കണ്ടോ മറിയമേ? ഒരു ജലവാസത്തിന്റെ, ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിലതാ ജലസരത്തുകൾ എതിർകളിക്കുകയായി. അവിടെ പോയി മറിയം വെള്ളം കോരി കുടിക്കലായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മറിയം ബീവി റളിയല്ലാഹു അൻഹാ തന്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞപ്പോ ആര് സഹായിക്കാനില്ലാത്ത സമയത്ത് മറിയമിനെ സഹായിച്ചതാരാ? ആ മറിയമിനെ സഹായിച്ച അല്ലാഹ് ഇന്ന് നിന്റെ ചാരത്തുണ്ട് പെണ്ണേ. പക്ഷേ പറ്റേണ്ട നീ ഒരു മറിയമാവാൻ കഴിയണം. അല്ലാഹു ഇപ്പോഴുണ്ട്. മറിയമാണില്ലാത്തത്. ഇവിടെ 2 പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് നോക്ക്, എന്നെ ഇങ്ങോട്ട് നോക്ക്.
അങ്ങോട്ട് നോക്കണം നിങ്ങളോ. അപ്പൊ ചോദിക്കും കബീർ ഉസ്താദെ അങ്ങനെയൊക്കെ പറ്റുമോ? ദുആ ചെയ്താൽ അള്ളാഹ് അപ്പൊ സഹായിക്കോ? മറിയമിനെ സഹായിച്ച അള്ളാഹ് ഇപ്പോഴും ഉണ്ട്. ഇല്ലാത്തതാരാ? മറിയ ഇല്ല, മറിയം ജമീലുണ്ട്. പണ്ട് കരുണാകരനെ കസേരയിൽ നിന്ന് താഴെ ഇറക്കിയ ചാരക്കേസിലെ 1-ാം നമ്പർ മറിയം ജമീല മാലിക്കാരി എന്ന് മറന്നുപോയാ? മാലിക്കാരി മറിയം ജമീലെ മറന്നു. ചാരക്കേസിൽ കരുണാകരന്റെ സ്ഥാനം തന്നെ പോയത് ആ കേസിലാണ്. പിന്നീട് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിഷയം പറയുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ആ വിഷയം അങ്ങനെ തന്നെ പറഞ്ഞു നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. 7 വൻപാപം ഞാൻ അങ്ങനെ പറയാനാണ്. പറഞ്ഞു പോകാൻ എളുപ്പമാണ്. അള്ളാഹു മറിയം ബീവി അള്ളാഹിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു കൊടുത്തു. ഇവിടെ അള്ളയുണ്ട്. അബ്രഹത്തിനെ തകർത്ത അള്ളാഹുണ്ട്. മറിയമിന് ഉത്തരം കൊടുത്ത അള്ളാഹുണ്ട്. ചേതനമില്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച അള്ളാഹ് അവൻ ഇപ്പോഴുമുണ്ട്. ആകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന്, നീലാകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന് ബനൂ ഇസ്രായേലിന് രുചികരമായ ഭക്ഷണത്തളിക അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹ് അവൻ ഇപ്പോഴും ലോകത്തുണ്ട്. ആദരവായ മുത്തിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിയപ്പോൾ ചന്ദ്രകോളത്തെ പിളർത്തി കാണിച്ച അള്ളാഹ് അവൻ ഇപ്പോഴും ഈ ലോകത്തുണ്ട്. അലറിയടിക്കുന്ന തിരമാലകളുടെ മുകളിലൂടെ നടന്നുപോയ ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊണ്ടിട്ട് അതേ കടലിന്റെ മുകളിലൂടെ മൂസയെയും അനുയായികളെയും മറുകര കടത്തിയ എന്റെ റബ്ബ് അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മറിയമിന്റെ വിളിക്കുത്തരം കൊടുത്ത റബ്ബ് അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബദൽ ജയം കൊടുത്ത റബ്ബ്, ഉഹദിൽ പരാജയം കൊടുത്ത റബ്ബ്, ഹുനൈനിൽ തിരിച്ചു പിടിപ്പിച്ച റബ്ബ്, ഖന്തക്കിലെ ത്യാഗം പഠിപ്പിച്ചു കൊടുത്ത എന്റെ റബ്ബ് ആ അല്ലാഹു ഇപ്പോഴുമുണ്ട്. ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. പെണ്ണെ നീ കരഞ്ഞിട്ട് അല്ലാഹുവോട് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് സമാധാനം തരും. പക്ഷെ ഇപ്പൊ മറിയമില്ല എന്നതാണ് പ്രശ്നം. ആരാ മറിയം? അള്ളയുണ്ട്, ഇല്ലാത്തതാരാ? മറിയം. എന്താ മറിയം ആരാ? അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളെ മറിയത്തിനെ പോലെ ആക്കട്ടെ. എന്ത് വിചാരിച്ചിട്ടാ നിങ്ങൾ ആമീൻ പറഞ്ഞു? അള്ളാഹു നമ്മുടെ പെണ്ണുങ്ങളെ മുഴുവൻ മറിയമിനെ പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ പ്രസവിച്ച പെണ്ണാ മറിയം. അങ്ങനെ ആവട്ടെ എന്ന് ഇതാ പറഞ്ഞ ഒരു വിഷയം. ഞാനൊരു വിഷയം പറയാൻ വേണ്ടി അങ്ങനെയൊന്നും വന്നല്ല. ഇവിടെ ഇപ്പൊ ആളൊന്നുമില്ല. പടച്ചൊരു 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോവാന്ന് വലിയ സന്തോഷത്തോടെ ഓടി വന്ന അൽഫാത്തിയ പറഞ്ഞു. അപ്പൊ അത് ആള് കൂടി. അപ്പൊ പിന്നെ പ്രസംഗിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പറയാൻ പോവാ. ഇനിയിപ്പോ വരണത് തന്നെ വിഷയം. ആരാ മറിയം? മറിയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അത്ഭുതമാണ് മറിയം. ഇവിടെ എന്റെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീ കരഞ്ഞാൽ അള്ളാഹു നിനക്ക് സമാധാനം തരും, സാന്ത്വനം തരും. പക്ഷെ നിനക്ക് മറിയമിന് ഒരൊറ്റ ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു തആല എന്റെ ക്വാളിറ്റി ഇതാണെന്ന് മറിയം പറയുന്നുണ്ട്. ഞാൻ ഈ ആയത്തോതി കഴിയുമ്പോ ഞാൻ മറിയമിനെ പോലെയാണ് എന്ന് പറയാൻ കഴിയുന്ന എത്ര പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. ഇപ്പോഴത്തെ ലോകത്തിൽ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല ഗർഭിണി, കുളിക്കാൻ വേണ്ടി കുളിക്കടവിൽ പോയി. ആ സംഭവം നമുക്കറിയാം. മറിയമാവാൻ ഒരൊറ്റ യോഗ്യതയുള്ളൂ. ഇത് ഞാൻ പറയുമ്പോ ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്ര പെണ്ണുങ്ങൾ ഞാൻ മറിയമാണ് എന്ന് പറയാൻ കഴിയണം. മഹദിയായ മറിയം റളിയല്ലാഹു തആല വദ്കുറു ഫിൽ കിതാബി മറിയം ഇതിന് തബദതു മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. മഹദിയായ മറിയം റളിയല്ലാഹു തആല മരുഭൂമിയുടെ മറുഭാഗത്തുള്ള ഒരു ഭാഗത്ത് കുളിക്കാൻ വേണ്ടി പോയപ്പോ വിശാലമായ മരുഭൂമിയിൽ ആരുമില്ല. പക്ഷേ ഫത്തഖദതു മിൻ ദൂനിഹിം ഹിജാബാ. ആ മരുഭൂമിയിൽ ഒരു മറയുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കുളിക്കുകയാണ് മറിയം. ഞാൻ ചുരുക്കി പറയട്ടെ, വിഷയത്തിന്റെ വിശാലത കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ആ സമയത്ത് മറിയം റളിയല്ലാഹു തആല മറക്കുള്ളിലിരുന്ന് കുളിക്കുമ്പോ ഫതമസ്സല ലഹാ ബസറൻ സവിയാ. സമയത്ത് മരുഭൂമിയുടെ മാർഗത്തിൽ കുളിക്കുന്ന മറിയമിന്റെ മുമ്പ് ഒരു സുന്ദരനായ പുരുഷൻ വന്ന് അവതരിച്ച് നിൽക്കുകയാ. മറിയം ബീവി വെള്ളം കോരി തലയിലൊടിച്ചിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നത് എന്റെ കുളിപ്പുരയുടെ മുമ്പിലൊരു സുന്ദരനായ പുരുഷൻ നിൽക്കുകയാ. മറിയം ബീവി റളിയല്ലാഹു തആല ആരുമില്ല മരുഭൂമിയിൽ, മറിയം മാത്രം. തലയിലെ വെള്ളം കോരി ഒടിച്ചു. എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോ മുമ്പിൽ കാണുന്നത് കുളിമുറിയുടെ വാതിലിൽ ഒരു പുരുഷൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഒരു പുരുഷൻ നിൽക്കുന്നു. എന്താ മറിയം പറഞ്ഞത്? ഞാൻ പറഞ്ഞ മറിയമാണ്, നമ്മുടെ പെണ്ണാണ്. എന്ത് അങ്ങനെയല്ല.
ആ സമയത്ത് മഹദിയായ മറിയം റളിയല്ലാഹു തആല പറയാ കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. ഏ ചെറുപ്പക്കാരാ, നിനക്ക് പടച്ചിറപ്പിനെ പേടിയുണ്ടെങ്കിൽ, നരകത്തെ ഭയമുണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണേ. ഇൻ കുൻത തഖിയാ. ഇത് സൂറത്ത് മറിയമാണ്. അല്ലാഹുവിനെ ഭയന്ന് നീ ജീവിക്കുന്നവനാണെങ്കിൽ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബ ലകി ഗുലാമൻ സകിയാ. ഇനി ഞാൻ പറയുന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരട്ടെ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറിയമേ, നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു സാധാരണക്കാരനല്ല. അല്ലാഹു പറഞ്ഞു വിട്ട മലക്കാണ് ഞാൻ. ഒരു മനുഷ്യരൂപം പ്രാപിച്ചു വന്ന ജിബ്രീലാണ് ഞാൻ. എന്തിനാ നിന്റെ മുമ്പിൽ ഞാൻ വന്നതെന്നറിയോ? ലിയഹബ ലകി ഗുലാമൻ സകിയാ. നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് മറിയമേ. ഓ മറിയമേ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ തന്നതാണ് മറിയമേ. ഇത് പറഞ്ഞപ്പോ കന്യാമറിയമെന്ന് ബൈബിള് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സൂറത്ത് പോലും അവതരിപ്പിച്ചു കൊടുത്ത മഹദിയായ മറിയം റളിയല്ലാഹു തആല പറഞ്ഞ ഒരു മറുപടി അല്ലാഹുവിന്റെ ഖുർആനിൽ ഇപ്പോഴും ഈ ആയത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോ എന്റെ പെണ്ണുങ്ങളെ ചിന്തിക്കണം, നിങ്ങൾക്കൊരു മറിയമാകാൻ കഴിയോ? ഓ സമയത്ത് മറിയം ബീവി ചോദിച്ചതാണ്, ചെറുപ്പക്കാരാ, കാലത്ത് അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? പരപുരുഷ സ്പർശനം ഏറ്റിട്ടില്ലാത്ത, വിവാഹം കഴിയാത്ത എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? എന്നിട്ട് മറിയം എന്ന കൗമാരക്കാരി പറഞ്ഞു പത്രേ, ഇത് പറയാനാണ് ഞാൻ ഇത്ര നേരം ഈ ചരിത്രം പറഞ്ഞത്. മറിയം ബീവി പറയാ, ഞാൻ ആരറിയോ? ഇതേവരെ ഒരു അന്യ പുരുഷൻ എന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു പരപുരുഷന്റെ സംസാരവും സംസർഗവും എനിക്കുണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മകളെ, മറിയം മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ചപ്പോ അല്ലാഹു സാന്ത്വനം കൊടുത്തത് വെറിയതല്ല. മറിയമാരാ, ഒരു പരപുരുഷ സ്പർശനം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണേ നീ ഒരു മറിയമാകണം. എന്റെ പ്രസംഗം കാണാൻ ഇവിടെ തടിച്ചുകൂടിയ സഹോദരിമാരില് 20 കഴിഞ്ഞവരുണ്ട്, 15 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്. ഇതേവരെ എന്റെ ഭർത്താവല്ലാതെ ഒരു അന്യ പുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ലോകത്തിന് മുമ്പിൽ പറയാൻ കഴിയുന്ന ഏതും മറിയമായി ഇന്ന് നിലനിൽക്കുക. ഞാനെന്ന് ചോദിക്കട്ടെ, അല്ലാഹു പൊട്ടനല്ല. മറിയം ബീവിക്ക് സാന്ത്വനം കൊടുത്ത റബ്ബ് മരിച്ചിട്ടില്ല. മരുഭൂമിനെ അരുവി ഉറപ്പിച്ചു കൊടുത്ത റബ്ബിന് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറിയമാരാ, ഏതെങ്കിലും ഒരു പെണ്ണിന് പറയാൻ കഴിയോ? 15 വയസ്സായ കൗമാരക്കാരി, +2 പഠിക്കുന്ന പെണ്ണ്, ആർക്കെങ്കിലും പറയാൻ കഴിയോ? വലം യംസസിനി ബശറുൻ, എന്നെ ഒരു പരപുരുഷൻ സ്പർശിച്ചിട്ടില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയോ? ഇന്ന് സെൽഫിയുടെ കാലമാ. ഇന്ന് സെൽഫിയുടെ കാലമാണ്. ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെയോ, അല്ലാഹുവിനെ നമ്മൾ പഠിതാരണ്ട പെങ്ങളെ, അശ്ശിർക്കുബില്ല, അല്ലാഹുവിനെ വിളിച്ചാൽ വിളി കേൾക്കണമെങ്കിൽ പെണ്ണെ നീ അഗ്നിശുദ്ധി വരുത്തിയ മറിയമാകണം. ഇന്ന് +2 പഠിക്കുന്ന പെൺകുട്ടികൾ ഏറ്റവും കുറഞ്ഞത് 17 വയസ്സ് പ്രായമുണ്ടാവില്ലേ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ? സ്കൂളിന്റെ അവസാനത്തെ ദിവസം അവസാനിക്കുന്ന സമയത്ത് പരീക്ഷ കഴിയുമ്പോ, ഓരോ കല്യാണത്തിന് ചെല്ലുമ്പോ +1നും +2നും പഠിക്കുന്ന മേത്തച്ചി പെണ്ണുങ്ങളാണ് അടുത്തിരിക്കുന്ന ചെറുപ്പക്കാര് തോളിലെ കൈയിട്ട് സെൽഫി എടുക്കുന്നത്, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, വേണ്ട ഇന്ന് നമ്മുടെ കൊല്ലത്ത് തന്നെ എത്ര കോളേജുകളുണ്ട്. ആ കോളേജുകൾ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അന്യപുരുഷന്റെ തോളത്ത് കൈയിട്ടിട്ട് നീ സെൽഫി എടുക്കുമ്പോ, ചെറുപ്പക്കാരാ വിദ്യാർത്ഥികളെ,
ഞാനിത് പറഞ്ഞ ഈ പ്രസംഗം നാളെ വിവാദമായാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ വിവാദങ്ങളെ ഭയക്കുന്നവനല്ല. ഏത് ഫേസ്ബുക്ക് ജീവികൾ വന്നാലും ഏത് ട്രോളന്മാര് വിവാദമെടുത്താലും അതൊക്കെ എനിക്ക് വെറും ഈ രോമത്തിന്റെ വില മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ദീൻ പറയാമെന്നതാണ്. ഖുർആന്റെ നിയമം ലോകത്തിന് വേണ്ടി മാറ്റിമറിക്കാനുള്ളതല്ല. അത് സൗകര്യകരമായി വളച്ചൊടിക്കാനുള്ളതല്ല. ഇത് പണച്ചിറപ്പിന്റെ ശരീഅത്തിന്റെ നിയമമാ. ഇതിന്റെ പേര് പുരോഗമനത്തിന്റെ പുറംവാതിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഉൽപ്പതിഷ്ണു എന്ന് പേരിട്ടിട്ട് എന്നെ വിളിച്ചാൽ എനിക്കത് പ്രശ്നമല്ല. പൊന്നുമോളെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് 15 വയസ്സില്ലേ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ? ചെറുപ്പക്കാരെ തോളത്തിട്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോ ഉളുപ്പില്ലാതെ നോക്കി നിൽക്കുന്ന മാതാപിതാക്കളെ പണച്ചിറപ്പിന് മുമ്പിൽ എന്ത് സമാധാനമാ പറയാ? ഈ പെണ്ണെ, അന്യപുരുഷന് സ്പർശിക്കാനുള്ളതാണോ നിന്റെ ശരീരം? ഈ സെൽഫി എടുക്കല് ഹലാലാണോ? കടപ്പുറത്ത് പോയാൽ, സ്കൂളിൽ പോയാൽ, ഇന്റർവെല്ല് വിട്ടാൽ, കല്യാണത്തിന് പോയാൽ, കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയാൽ, കല്യാണ ചെറുക്കന്റെ കൂടെ നിന്ന് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ടിട്ട് സെൽഫി എടുക്കുന്ന പരപുരുഷന് നിന്റെ ശരീരത്തെ സ്പർശിക്കാൻ വെച്ചു കൊടുക്കുന്ന ആധുനിക പെണ്ണേ, ഞാനെന്ന് ചോദിച്ചു കൊള്ളട്ടെയോ? ഇത് അനുവദനീയമാണോ പെണ്ണ്? ഇത് ഹലാലാണോ പെണ്ണ്? ഇത് കണ്ടാൽ ഒന്ന് സുന്നത്ത് പോലെയാ തോന്നുക. മാതാപിതാക്കളോട് ഞാൻ പറയുന്ന ഗൗരവമായിട്ട് ഇത് കാണണം. മഹദിയായ മറിയം റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ വലം യംസസിനി ബശർ, ഇതേവരെ ഒരു പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന പെണ്ണുങ്ങൾ ആരാണുള്ളത്? ആദ്യം മറിയമാണ് ഉണ്ടാകേണ്ടത്. മറിയം വിളിക്കുമ്പോഴാണ് പടച്ചറബ് സഹായം കൊടുക്കുക. അല്ലാതെ ഞാൻ ചോദിച്ചിട്ട് റബ്ബ് തന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിജീവനത്തിന് ആചാര്യം വരെ അല്ലെങ്കിൽ വള്ളിക്കാവിലെ അമ്മ മദീന കരുതിയാൽ അത് അല്ലാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. പെണ്ണെ, നീയൊരു മറിയമാവാ നിനക്ക് കഴിയാത്തത് കൊണ്ടാ. നിന്റെ ശരീരം പരപുരുഷന്റെ സ്പർശനമേറ്റ് നജസായി. പിന്നെ നീ വിളിച്ചാൽ റബ്ബ് എങ്ങനെയാണ് ഉത്തരം നൽകുക? ഇന്ന് സെൽഫിയാണ്. മാതാപിതാക്കൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. +2 പഠിക്കുന്ന പെണ്ണ് പ്രായപൂർത്തിയായതല്ലേ അവൾ? അവളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കല്ലേ? ഉളുപ്പില്ലാതെ നോക്കി നിൽക്കുന്ന ഒരു വർഗം മാതാപിതാക്കൾ പുരോഗമനത്തിന്റെ വാതിലുകൾ നമ്മുടെ പെൺമക്കളെ മുഴുവനും തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല പറയാ, വലം യംസസ്നി ബശറുൻ, ഇന്നേവരെ ഒരു പുരുഷൻ എന്റെ ശരീരത്തിന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. എത്ര മറിയമുണ്ടെന്ന സമുദായത്തിൽ, എത്ര മറിയമുണ്ടെന്ന സമുദായത്തിൽ! ഇങ്ങനെ തോളി കെട്ടിപ്പിടിച്ചിട്ട് +2 പഠിക്കണവന്റെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും കൂടെ സെൽഫി എടുക്കല് ഹലാല ആണോ? അല്ല, നിങ്ങൾക്ക് ഹലാലാണ് പിന്നെ ഞാൻ ഒന്നും പറയണില്ല. ഹലാലാണോ? സുന്നത്താണോ? ഇപ്പൊ എടുക്കണ കണ്ടാലും സുന്നത്താന്നാ തോന്നുക. ഏത് കല്യാണത്തിന് പോയാലും കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞു, മുഴുവനെ കെട്ടിപ്പിടിച്ചു നിർത്തി കല്യാണ വീട്ടിൽ നിന്നൊരു സെൽഫി, ഫീലിംഗ് ഹാപ്പി. ഇതിന് മാനദണ്ഡമില്ലേ? എടി പെണ്ണെ, നിന്റെ സൗന്ദര്യം പോലെ എല്ലാരെ കാണിക്കാൻ പാടില്ല. പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കുക, ഇത് അനുവദനീയമാണോ? ആണോ? നിങ്ങൾ ഇന്ന് എന്താ പറയുന്നത്? എന്താ ലോകത്തിന്റെ അവസ്ഥ? എന്താ ലോകത്തിന്റെ അവസ്ഥ? ഞാൻ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യ മക്കളും എന്റെ കൂടെ ഉണ്ട്. തിരക്കുള്ളതുകൊണ്ട് ഒരാഴ്ച അവരെ കൂടെ കൂട്ടി. ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് പ്രസംഗം കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോടാണ്. അവിടെ നിന്ന് രാത്രി ഞങ്ങൾ വന്ന് കൊടുങ്ങല്ലൂരിനടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്തു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏതാണ്ട് അന്ന് ന്യൂ ഇയറിന്റെ പിറ്റേ ദിവസം ന്യൂ ഇയറിന്റെ ആഘോഷം നടക്കുകയാണ്. കൊടിഞ്ഞിയിലെ പ്രസംഗം കഴിഞ്ഞ് ന്യൂ ഇയർ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും ഭാര്യയും മക്കളും എല്ലാം കൂടെ, എന്റെ ഇളയ മോൾ ഉറങ്ങുന്നുണ്ട്, അവളെ ഞാൻ തോളിലെടുത്തു. ഇളയവനെ രണ്ടാമത്തേനെ ഞാൻ പിടിച്ചു. മൂന്നാമത്തേനെ അവളും വിളിച്ചോണ്ട് ഒരു പകുതി യുക്തത്തിലും പകുതി നൗമിലും പകുതി മൗത്തിലുമായിട്ട് ഇങ്ങനെ മെല്ലെ ഉറക്കത്തിലും ഉണർവിലുമായിട്ട് കയറി പോകുമ്പോ ആ ഹോട്ടലിൽ ന്യൂ ഇയർ പാട്ട് കഴിഞ്ഞിട്ട് ആളുകൾ വെളിയിലോട്ട് ഇറങ്ങുക. നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരൻ ഒരു 10-21 വയസ്സുണ്ടാവും. 2 പേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ ആട് കാണും. ജലാലിയ റാത്തീബിന് ഇമാതിരി ആടൂല. ജലാലിയ റാത്തീബ് ബോധി ഇമാതിരി ആടൂല. അമ്മാതിരി ഒരു വട്ടം ചുറ്റി ഒരു ആട്ടമൊക്കെ ആടിയിട്ട് ഇവരിങ്ങനെ നിൽക്കുക. ഇറങ്ങി എന്റെ കാർ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ കാറുമായിട്ട് വന്ന് അവൻ കയറി. 2 പേരും നല്ല ഫോമിലാണ്. അവസാനം കയറാൻ നേരത്തുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരൻ വണ്ടിയിലോട്ട് കയറാൻ നേരത്ത് അവള് കൈ നീട്ടിക്കൊടുത്തു. ഇവൻ ആ കയ്യുമ്മല് ഒന്ന് കൊടുത്ത് അന്നത്തെ കിട്ടിയ കള്ളായൊക്കെ വീട്ടി അകത്തോട്ട് കയറിയപ്പോ ഈ പെണ്ണ് ചോദിച്ചു, ഇവനിങ്ങിൽ
സൗത്തിൽ കാണൂലേ, എറണാകുളത്ത് വെച്ച് കാണൂന്ന്. ഇവള് ചോദിക്കുക ഒരു കുഴഞ്ഞിട്ട്, ഇവനിങ്ങനെ സൗത്തിൽ കാണൂലേ? അപ്പൊ ഈ ചെറുക്കം പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതേതാ വർഗം? അതുവരെ എനിക്ക് തിരിഞ്ഞില്ല ഇതേതാ വർഗം. അവൻ ഈ മദ്യത്തിന്റെ ലഹരിയിൽ അവൻ പറയാ ഇൻഷാ അല്ലാഹ്. വാക്കവി പുളുവടിക്കണമെന്ന് കരുതണ്ട. ഈ വെള്ളമടിക്കുമ്പോഴാണ് മേത്തിന് ഈമാൻ കൂടുക. ഒരുത്തൻ നല്ല കള്ളടിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ കൂടെ വന്നാൽ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ അവൻ ചെരുപ്പൂരി കയ്യിൽ പിടിച്ച് തട്ടടിച്ചിരിക്കുന്ന മുണ്ടൂരി താഴെ ഇട്ടിട്ട് ഈമാനോടെ നടക്കും. എന്നാൽ അവന് ബോധമുള്ള സമയത്ത് പള്ളിയുടെ മുമ്പിൽ എന്നാൽ താഴെ ഇട്ടിരിക്കുന്ന മുണ്ടെടുത്ത് മേപ്പോട്ട് കുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഒരു കള്ളുകുടൻ പള്ളിയുടെ മുമ്പിലെത്തിയാൽ അവന് ഭയങ്കര അദബ മര്യാദയായിരിക്കും. അത് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു വേറെ ഒരു ഫീലിംഗ് ആണിത്. ഇന്ന് ലോകത്ത് കാണുന്നത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സെൽഫി യുഗം അവസാനിക്കണം. ഇത് വലിയ അപകടം ചെയ്യും. ഇത് നമ്മുടെ പെൺമക്കളിൽ നിന്ന് ആർക്കും യാതൊരു പണ്ടത്തെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. പണ്ടത്തെ ഒരവസ്ഥ, പെണ്ണിനെ തൊട്ടതിനല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് റോഡിലൂടെ പോയ പെണ്ണിന് തലേ ദിവസം 3 ദിവസം 7 ദിവസം ഉറക്കമുളച്ചിരുന്ന് പഴയ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ മണ്ണെണ്ണ പിടിച്ച വിളക്കിന്റെ തിരി താഴ്ത്തി വെച്ച് വാപ്പായുമായി ഉറങ്ങിയത് നോക്കിയിട്ട് ആ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച മണ്ണെണ്ണ പിടിച്ച വിളക്കിന്റെ തിരി പകുതി താഴ്ത്തി വെച്ച് അതിന്റെ ഉള്ളിൽ ആരും അറിയാതെ വെള്ളപ്പേപ്പർ എടുത്ത് കൈവിരൽ വിറച്ച് കോറിയിട്ട് 7 ദിവസം കൊണ്ടുണ്ടാക്കിയൊരു ലവ് ലെറ്റർ അവള് സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് പുളിമരത്തിന്റെ പുറകിൽ പാത്ത് നിന്ന് അവസാനം അങ്ങന്ന് വരുന്നത് കണ്ടപ്പോ മെല്ലെ റോട്ടിൽ ഇട്ടിട്ട് ആരും അറിയാത്തതുപോലെ നടന്നു പോയപ്പോ ഈ ലവ് ലെറ്റർ കിട്ടിയത് അവളുടെ കൂട്ടുകാരുടെ വാപ്പാടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് വാപ്പ പുളിമരത്തിൽ കെട്ടിയിട്ടിട്ട് പുളിയുടെ വടിയെടുത്തിട്ട് തല മുതൽ കാല് വരെ അടിച്ചു പൊട്ടിച്ചത്. എന്താ ചെയ്തത്? കൈ തൊട്ടില്ല, ഒന്നും പറഞ്ഞില്ല, ഒരു വെള്ളക്കടലാസിൽ മെല്ലെ എഴുതിയിട്ട് കൊടുത്തതേ ഉള്ളൂ. അത് നമ്മുടെ കാരണവന്മാരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ മാനക്കേടായിരുന്നു. അല്ലേ? എന്റെ അനുഭവം അല്ല കേട്ടോ പറഞ്ഞേ, അങ്ങനെ നിങ്ങൾ കരുതരുത്. നമുക്കൊന്നും അടിച്ചു പൊളിക്കാൻ സമയം കിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉമ്മ ചെവി തൂക്കിക്കൊണ്ടുപോയി ഹാഫിളാക്കാൻ പറ്റും. അതന്ന് പാതകമായിരുന്നു. സ്കൂളിലേക്ക് കുട്ടികൾ പെൺകുട്ടികൾ നടന്നു പോകുമ്പോ വേലിക്കരികിൽ നിന്ന് നോക്കിയാൽ അന്ന് ഉമ്മയും വാപ്പയും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ എന്ന് വിളിച്ചാൽ അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമായിരുന്നു. ഇന്ന് മാതാപിതാക്കൾക്ക് മുഴുവനും പുരോഗമനമായപ്പോ +2 പഠിക്കണവന്റെ കൂടെ മോള് തോളി കൈയിട്ടോട്ട് വന്നാലും എന്തേ മോളെ മടി കയറിയിരിക്കായിരുന്നത് മോശമായി പോയല്ലോ എന്ന് ചോദിക്കുന്ന ഉപ്പാടെയും ഉമ്മാടെയും കാലത്ത് നമ്മൾ എന്ത് വാത് പറഞ്ഞിട്ടുണ്ട് കാര്യം? അവർക്കതൊരു പ്രശ്നമല്ല. ഇന്ന് പുതിയ ലോകത്തിന്റെ ഈ സെൽഫി ഓരോ സമയത്തും നടക്കുന്ന ഇപ്പൊ ആണും പെണ്ണും തമ്മിൽ സെൽഫി എടുക്കുന്ന ഒരു വലിയ കോളേജിൽ പഠിക്കുന്നവരല്ലേ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ, പച്ച ഹറാമല്ലേ സഹോദരങ്ങളെ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. നമ്മൾ ആമീൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവര് മാറണ്ടേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതുവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിന്റെ സൗന്ദര്യം പോലും എല്ലാവരോടും കാണിക്കാൻ പാടില്ല. കാണിക്കാവോ? എല്ലാവരോടും കാണിക്കാൻ പാടില്ല. ഈ സെൽഫി എടുക്കുന്നവരോട് ഞാൻ പറയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് മുന്നറിയിപ്പ് നൽകിയതെങ്ങനെയാ? ഓ പെണ്ണേ, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഓ പെണ്ണേ, നിന്റെ ശരീരത്തിന്റെ മുഖവും മുൻകൈയും അടക്കമുള്ള സൗന്ദര്യം പോലും നീ കാണിക്കാൻ പാടില്ല. ആരുടെയൊക്കെ മുമ്പിൽ നിനക്കത് കാണിക്കാം? നിന്റെ ഭർത്താവിന്റെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ സഹോദരങ്ങളുടെ അടുക്കൽ കുഴപ്പമില്ല. നിന്റെ സഹോദരന്റെ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല.
നിന്റെ സഹോദരിമാരുടെ ആൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഔ അബിനാഇ ബുഊലത്തിഹിന്ന, നിന്റെ ഭർത്താവിന്റെ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ അക്കമിട്ടിട്ട് പറഞ്ഞേരാ, പെണ്ണിന് അവളുടെ ജീവിതത്തിന് അതിർവരമ്പ് നിശ്ചയിക്കുകയാണ് ഖുർആൻ. നീ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മുഖവും മുൻകൈയും പോലും കാണിക്കുമ്പോ അത് ഭർത്താവിന്റെ മുമ്പിലാണോ കുഴപ്പമില്ല, ഭർത്താവിന്റെ മക്കളുടെ മുമ്പിലാണോ കുഴപ്പമില്ല, സഹോദരന്മാരുടെ മുമ്പിലാണോ കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞേരാ, ഔ നിസാഇഹിന്ന ഔ നിസാഇഹിന്ന, എല്ലാ പെണ്ണുങ്ങളുടെ മുമ്പിലും നിന്റെ സൗന്ദര്യം കാണിക്കാൻ പാടില്ല പെണ്ണ്. കൊളപ്പാടത്തെ പെണ്ണ് എല്ലാ പെണ്ണിന്റെ മുമ്പിലും പാടില്ല. ആണിന്റെ മുമ്പിൽ മാത്രമല്ല പെണ്ണിന്റെ മുമ്പിലും പാടില്ല. നിന്നെ പോലെ തഖ്വയുള്ള, നിന്നെ പോലെ റബ്ബിനെ പേടിയുള്ള, നിന്നെ പോലെ നിസ്കാരമുള്ള പെണ്ണുങ്ങളുടെ മുമ്പിലേ നിന്റെ സൗന്ദര്യം കാണാവൂ. ആ നാട്ടിലെ വഴി പഠിപ്പിക്കുന്ന, ആ നാട്ടിലെ തമ്മാടികളായ പരപുരുഷന്മായി അരുതായ്മയുടെ ബന്ധമുള്ള പെണ്ണുങ്ങളുടെ മുമ്പ് നിന്റെ സൗന്ദര്യത്തെ കാണിക്കല്ല പെണ്ണേ. അല്ലാഹുവിന്റെ ഖുർആൻ എത്രയോ കണിശതയോടെ പറയാ, ഭർത്താക്കന്മാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ പെൺമക്കളുടെ കൂട്ടുകാരാരാ? ആ പെൺമക്കളുടെ കൂട്ടുകാരികൾക്ക് കാമുകന്മാരുണ്ടെങ്കിൽ അവൾക്ക് രഹസ്യബന്ധമുണ്ട് എന്ന് ഞാൻ പറയുന്നത് എന്തിനെന്നറിയോ? 2 ആഴ്ച മുമ്പ് കാസർഗോഡ് അടുത്ത് കാഞ്ഞങ്ങാട് നിന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണും ഒരാണും കൂടി ഒളിച്ചോടി പോയി. അവര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാ. പോലീസ് കേസായി അന്വേഷിച്ചിട്ട് ഇതേവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആണും പെണ്ണും കേരളത്തിൽ എവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത്? ആ പെണ്ണിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോ പോലീസ് ഉദ്യോഗസ്ഥര് ഞെട്ടിപ്പോയി. എത്രേ, ആ പെണ്ണിനും അവിടെ കൂടെയുള്ള പെണ്ണുങ്ങൾക്കും ഒരു പെണ്ണിന് തന്നെ 10ലധികം കാമുകന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാനിത് വർത്തമാനം പറയുന്നത് എന്തിനെന്നറിയോ? നാളെ നമ്മുടെ വീടിന്റെ കോലായിൽ പൊന്നുമക്കളുടെ ജഡം കെട്ടി തൂങ്ങി ആടാതിരിക്കാ, ഒരൽപ്പം വിശത്തിന് നിന്റെ മക്കളുടെ മൃതദേഹം കിടപ്പറയിൽ കാണാതിരിക്കാ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതുപോലെ പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചമാണ്. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാറ് നോക്കല. നമ്മുടെ മക്കൾ നാളെ ആവാതിരിക്കാൻ കാഞ്ഞങ്ങാട് മുബഷിറ എന്ന 10ാം ക്ലാസ്സുകാരിയുടെ സ്ഥാനത്ത് കൊളപ്പാടത്തൊരു 10ാം ക്ലാസ്സുകാരി ആവാതിരിക്കാൻ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് പറയാ, ഖുർആൻ പറഞ്ഞതല്ലേ, ഔ നിസാഇഹിന്ന, എല്ലാ പെണ്ണുങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അന്യപുരുഷന്മാരുമായി അരുതായ്മയുള്ള ബന്ധമുള്ള പെണ്ണുങ്ങൾ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണോ, നിന്റെ പെമ്മക്കളുടെ കൂട്ടുകാരിയാണോ, അവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഈജിപ്തിലെ ഗവർണറായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി, അംറേ, ഈജിപ്തിലെ മുസ്ലിമത്തുകളായ പെൺകുട്ടികള് മോശ സ്വഭാവമുള്ള പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കടവിൽ കുളിക്കാൻ പോകുന്നെന്ന് വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങള് ചമ്മാടി പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കടവിൽ പോകുന്നതിനെ വിലക്കണേ അംറേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ആ പിഴച്ച പെണ്ണുങ്ങൾ നിന്റെ ഭാര്യയെ പിഴപ്പിച്ചു കളയും. മഹാന്മാരതിനെ തഫ്സീറിൽ നിന്ന് എന്തെന്നറിയോ? ഈ പെണ്ണുങ്ങൾ നിന്റെ പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ അവരുടെ കാമുകന്മാരോട് വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കും. അപ്പൊ ആ പുരുഷന്മാർക്ക് ഈ പെണ്ണിനോട് ആഗ്രഹമുണ്ടാവും. അവളെ ചതിക്കുടിയിൽ വീഴ്ത്താനവര് വരനെയ്യുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ പെൺമക്കളുടെ കൂട്ടുകാരികളെ മോശ സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ പാടില്ല. ഇത് വാക്കവി പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കോ. എന്നാ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാ, കേരളത്തിൽ നടന്ന മുഴുവൻ പെൺവാണിഭത്തിന്റെ ഈ കഥയുടെ പിന്നാമ്പുറം തികഞ്ഞു നോക്കിയാൽ ആ പെൺവാണിഭത്തിന് മുഴുവനും പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തത് അവിടുത്തെ പെണ്ണുങ്ങളാ. കോട്ടയം മെഡിക്കൽ കോളേജിൽ 80% കത്തിക്കരിഞ്ഞ പാതി മൃതദേഹം പോലെ മരണത്തെ കാത്തു കിടന്ന കോട്ടയത്തെ അനക എന്ന
നമ്പൂതിരി പെൺകുട്ടി, ഒരു പാവപ്പെട്ട നമ്പൂതിരിയുടെ വീട്ടിൽ പിറന്ന പെൺകുട്ടിയെ 40-ലധികം പുരുഷന്മാർക്ക് കാഴ്ചവെച്ചു കൊടുത്ത് അവസാനം ആ നമ്പൂതിരി പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാസന്ന നിലയിൽ 80% കത്തിക്കരിഞ്ഞ ശരീരവുമായി കിടക്കുമ്പോ കിളിരൂരിലെ അനകയെ കൂട്ടിക്കൊടുത്തവളുടെ അമ്മയുടെ കൂട്ടുകാരി ലതാ നായരാ. ആ അമ്മയുടെ കൂട്ടുകാരി ലതാ നായരാ. കിളിരൂരെ ശാരിയവിടെ, കവിയൂരെ അനകയവിടെ, സൂര്യനെല്ലിയിൽ പിച്ച് ചീന്തപ്പെട്ട പെണ്ണെവിടെ, കേരളത്തിന്റെ ഇന്നലകളുടെ കഴുകൻ കണ്ണുകളുടെ ശവപ്പറമ്പുകള് പെണ്ണിന്റെ മാംസത്തെ 40-നും 400-നും പകത്തി കൊടുത്തത് അവരുടെ വീടുമായി ബന്ധം സ്ഥാപിച്ച പെണ്ണുങ്ങളാണെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണേ. ഔ നിസാഇഹിന്ന, വഴിപടച്ച പെണ്ണുങ്ങളുമായിട്ട് അവർക്ക് കൂട്ടുകൂടാൻ അവസരം കൊടുക്കരുത്. തീർന്നില്ല. ഇനിയൊരു പെണ്ണിനാരോടൊക്കെ സഹകരിക്കാം. അവിത്താബീന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വൃദ്ധന്മാരാണോ കുഴപ്പമില്ല, എല്ലാ വൃദ്ധന്മാരുമായിട്ട് സംസർഗം പാടില്ല. അവിത്താബീന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയ വൃദ്ധന്മാര് കുഴപ്പമില്ല. തീർന്നില്ല. കൊച്ചുകുട്ടികളുമായിട്ടും പാടില്ല. നിന്റെ പെണ്ണുങ്ങൾ, നിന്റെ പെൺമക്കൾ വേണമെങ്കിൽ കേട്ടാ മതി. ഇത് ലോകത്തോട് പറയുന്ന മുന്നറിയിപ്പാണ്. അവിത്തിഫിലി, കൊച്ചുകുട്ടികളുമായിട്ടും പാടില്ല. എല്ലാ കൊച്ചുകുട്ടികളെയും വീട്ടിന് ഭാര്യയ്ക്ക് കൂട്ടിനിരുത്തി പോവരുത്. 10ാം ക്ലാസ്സുകാരന്റെ കൂടെ പോയ 45 വയസ്സുകാരി ഗർഭിണിയായി. റവാഹു മനോരമാവ മാതൃഭൂമി മാധ്യമം. ഈ കഴിഞ്ഞ ദിവസമാണ് 10ാം ക്ലാസ്സുകാരന്റെ കൂടെ ഒളിച്ചോടിയ 46 വയസ്സുകാരി ഗർഭിണിയായി. 12-14 വയസ്സുകാരന്റെ കൂടെ പോയ അധ്യാപിക ഒളിച്ചോടി. ഇതൊക്കെ ഇത് റവാഹു തിരുമതിയല്ല, ഇത് ബുഖാരിയല്ല, നമ്മളൊക്കെ ദിവസവും വായിക്കുന്നതല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവിത്തിഫിലി, നിന്റെ പെണ്ണുങ്ങളെ കുട്ടികളുമായി കൂട്ടുകൂടരുത്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാ? ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, കൃത്യമായിട്ട് അതിർവരമ്പിൽ നിർമ്മിച്ച ഒരു ഖുർആൻ വേറെയില്ല. അല്ലദീ ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ശരീരശാസ്ത്രം അറിയുന്ന കുട്ടികളുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ഒരു കുട്ടിയും കൂടി മുറ്റത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കാറ്റടിച്ചു വീശി, ആ കാറ്റിൽ പെട്ടിട്ട് ആ പെണ്ണിന്റെ വസ്ത്രാഞ്ചലങ്ങള് കാലിന്റെ ഭാഗത്ത് നിന്ന് മാറിയപ്പോ ആ നിൽക്കുന്ന കുട്ടി വസ്ത്രം മാറിയ ഭാഗത്തേക്ക് പെണ്ണിന്റെ കണങ്കാലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ മുപ്പത് മുസാഫാനെ അവനെ അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ്. അതുകൊണ്ട് കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിന് പോലും അതിർവരമ്പുകൾ വേണമെന്ന് ലോകത്തിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളിങ്ങനെ അന്തം വിട്ടു നിൽക്കുക. ഖുർആൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ വിത്തിഫിലി, എല്ലാ കുട്ടികളും പാടില്ല. ഇത് ആണും പെണ്ണും തമ്മിലാണ്. ഇത് സജാതീയ ധ്രുവങ്ങളാണ്, അല്ല വിജാതീയ ധ്രുവങ്ങളാണ്. സജാതീയ ധ്രുവങ്ങളല്ല, ആണും പെണ്ണും തമ്മിൽ വിജാതീയ ധ്രുവങ്ങളാണ്. പെണ്ണിന്റെ പുറകെ മണ്ടി നടന്നാൽ തെണ്ടി, മിണ്ടിക്കഴിഞ്ഞാലുണ്ട് കുണ്ടാമണ്ടി. ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് സാധാരണയല്ല, ഇത് കാന്തവും ഇരുമ്പുമാണ്. ഇതൊന്ന് കാന്തമാണ്, മറ്റൊന്ന് ഇരുമ്പാണ്. കാന്തം ഇരുമ്പും പണ്ടു തൊട്ടേ ബന്ധമാ. കാന്തവും ഇരുമ്പും എപ്പോഴും കണ്ടാൽ ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരമുള്ള അതിർവരമ്പുകളെ ലംഘിക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ ഇങ്ങനെ പറയാൻ ഇത്ര കൃത്യമായി പറഞ്ഞ ഖുർആൻ അനുയായികളാണ് അന്യ ചെറുപ്പക്കാരുമായി ചേർന്ന് നിന്ന് സെൽഫികൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ ആഭാസത്തിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ സമഗ്രമാണ്, ഖുർആൻ സമകാലീനമാണ്. ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മാർഗരേഖ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണ്. ഇന്ന് ആധ്യാത്മിക യജ്ഞം നടത്തുന്ന ഒരു സ്വാമി, സ്ത്രീയാണ്, പേര് ഞാൻ മറന്നുപോയി. അവരിന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ സമാധാനത്തോടെ സുരക്ഷിതത്തോടെ ജീവിക്കണമെങ്കിൽ അറബി പെണ്ണുങ്ങളുടെ വേഷം സ്വീകരിക്കണമെന്നാണ്. ആരാ പറഞ്ഞ? വാക്കവിയല്ല, യജ്ഞം നടത്തുന്ന ഒരു സ്വാമി. ഞാൻ അവരുടെ പേര് മറന്നുപോയി. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വാർത്ത കണ്ടാൽ. ഖുർആൻ പറയുന്നത് കൃത്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ, നമ്മുടെ ഭാര്യ ആരെന്നല്ല, നമ്മുടെ ഭാര്യയുടെ കൂട്ടുകാരി ആരെന്ന് ചിന്തിക്കണം നമ്മൾ. പ്രത്യേകിച്ച് ഗൾഫുകാർ. നമ്മുടെ ഭാര്യയുടെ കൂട്ടുകാരി ആരാണ്? കൃത്യമാണത്. എപ്പോഴും ഒരാളുടെ സ്വഭാവം, ഇപ്പൊ ഒരുത്തരം പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ ചെറുക്കൻ ആലോചിക്കാൻ വന്നു എന്ന് ഇരിക്കട്ടെ. അപ്പൊ ആളുകൾ ചോദിക്കുക, ആ പയ്യൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കവലയിൽ വന്നു ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിന്റെ വീട്ടുകാർ. ഒരു മുറുക്കാങ്കട വന്നിട്ട് ചോദിക്കും. നമ്മുടെ മുറുക്കാങ്കടകളുടെ കഥയൊക്കെ ബഹുരസമാണ്. വന്നിട്ട് ഒരു നാരങ്ങാവളം ചോദിക്കും. ചില കടയിൽ വലിയ രസമാണ് കേൾക്കാൻ. അപ്പൊ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ്? നിങ്ങളുടെ കണ്ടിട്ട് അത്ര പരിചയമൊന്നുമില്ലല്ലോ. ഞാന് ആ വീട്ടിലെ ചെറുക്കൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ചടങ്ങുമായിട്ട് വന്നു. ഏത് ചെറുക്കൻ? ആ വീട്ടിലെ അബ്ബാസ്. അങ്ങനെ വല്ല വീടോ അബ്ബാസോ ഉണ്ടോ അവിടെ? ആ വീട്ടിലെ അബ്ബാസ്. ഓ, അപ്പൊ അദ്ദേഹം ചോദിക്കും, എന്തേലും കുഴപ്പമുണ്ടോ? ഇയാൾ ഒരു കുഴപ്പവും പറയില്ല. തെമ്മാടിയാന്നും പറയില്ല, പോക്രിയാന്നും പറയില്ല. അയാൾ പറഞ്ഞ ഒറ്റ മറുപടി എന്നറിയോ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാം ഉറപ്പിച്ചില്ലേ? അയാൾ ഒരു കാര്യവും പറയില്ല. അയാൾ ആകെ പറയണ, ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെല്ലാം ഉറപ്പിച്ചില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അൽഹംദുലില്ലാഹ്, അതോടുകൂടി ഇത് പോകും. അങ്ങനെ കുറെ ആളുകളുണ്ട്. ചെറുപ്പക്കാരെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കാത്ത കുറെ ആളുകളുണ്ട്. ഇനി ഒരു ചെറുപ്പക്കാരൻ നമ്മൾ പെണ്ണന്വേഷിച്ച് വന്നാൽ ചോദിക്കുന്നത്, അവൻ എങ്ങനെയുണ്ട്? പറയും, അവൻ കുഴപ്പമില്ല, പക്ഷെ അവന്റെ മറ്റവന്റെ ഗാങ്ങിലാണ്. അവൻ കുഴപ്പമില്ല, പക്ഷെ അവനാരാ? അവന്റെ കൂട്ട് ധവനുമായിട്ടാണ്. അപ്പൊ എപ്പോഴും ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അയാൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു എന്ന് ഓർത്തിട്ടാണ്. അറബിയിലൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സജിം ഷാദിന് ഒരു പെണ്ണന്വേഷിച്ച് പോവാ. അവ സജിം ഷാദ്, അവൻ കുഴപ്പമില്ല, പക്ഷെ അവൻ കൂട്ട് അബ്ദുള്ളാഹി ആയിട്ടാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അത് അബ്ദുള്ളാക്ക് പെണ്ണിന് അബ്ദുള്ള കുഴപ്പമില്ല, അവൻ കൂട്ട് സജിംഷാദുമായിട്ടാണ് എന്ന് പറയുന്നത് പോലെ നിന്റെ ഭാര്യയുടെ, നിന്റെ പെൺമക്കളുടെ കൂട്ടുകാർ ആരാണ് എന്ന് അറിയൽ ഒരു മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് നിങ്ങളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു നമ്മളെ എല്ലാവിധ ഫിത്രങ്ങളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ഇതേവരെ പറഞ്ഞു വന്നത് 7 പൻപാപങ്ങളിൽ പെട്ട ഒന്നാമത്തെ പാപമാണ് അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ മറിയമിനെ പോലെ ജീവിതത്തിൽ വിശുദ്ധിയുള്ള വലം യംസസിനി ബശറുൻ, ഇതേവരെ ഒരു പരപുരുഷ സ്പർശനം എനിക്ക് കേട്ടിട്ടില്ലെന്ന് അല്ലാഹുവിനോട് പറയാൻ കഴിയുന്ന ഒരാത്മീയതയുടെ രൂപമാണോ നമ്മൾ? എങ്കിൽ അല്ലാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ നമ്മൾ വിളിച്ചാൽ പടച്ചറപ്പിന്റെ ദർബാറിനെ കുലുക്കാൻ കഴിയുന്ന ശക്തി നമ്മുടെ ആത്മാവിനുണ്ട്. അമ്മയുജീബ് മുളുത്തറ ഇദാ ദാ, വിട്ടിയവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാ ഞാനല്ലേ ഉള്ളത്. അത് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ മറിയമിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനം വരെ പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് നാളെ പാതിരാ സമയത്ത് നിസ്കാരപ്പായ കണ്ണീരിൽ കുതിർന്നാൽ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു മനം നൊന്ത് വിളിച്ചാൽ മറുപടി തന്ന മറിയമിനെ പോലെയാകാം. നമ്മുടെ ജീവിതം കൊണ്ട് ശരിയാകണേ, നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7 വൻപാദങ്ങളിലെ രണ്ടാമത്തെ പാതകം, ഒന്നാമത്തേത് അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. ഒന്നാമത്തേത്
അശ്ശിർക്കുബില്ല, അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അവന്റെ ഖജനാവാണ് വിശാലം. മോഡിയുടെ ഖജനാവല്ല, പിണറായിയുടെ ഖജനാവല്ല, ഉമ്മൻചാണ്ടിയുടെ ഖജനാവല്ല, ആര് ഖജനാവല്ല വലുത്. ഏറ്റവും വലിയ ഖജനാവ് ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. എനിക്ക് വാരിക്കോരി തന്നാൽ റബ്ബേ നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല. അല്ലാഹുവേ, അല്ലാഹുമ്മ അന്തൽ അവ്വൽ വലൈസ ഖബ്ലക ശൈഉൻ, അല്ലാഹുമ്മ അന്തൽ ആഖിർ വലൈസ ബഅദക ശൈഉൻ. അല്ലാഹുവേ, നിനക്ക് മുമ്പ് ഒരാളില്ല, നിനക്ക് ശേഷം ഒരാളില്ല, നീ ആദിയാണ് അനാദിയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പാണ് അല്ലാഹുവേ, എനിക്ക് ഉറപ്പാണ് അല്ലാഹുവേ, ഞാൻ നിന്റെ ഖജനാവിനോട് ചോദിക്കും. അല്ലാഹുവിന്റെ ഖജനാവ് അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇപ്പൊ മോഡി സർക്കാർ നോട്ട് നിരോധിച്ചു, എന്നിട്ട് നമ്മൾ പട്ടിണിയിലായോ? ആയോ? ആയോ? എല്ലാരും നമ്മൾ പട്ടിണിയാവില്ല. കാരണം റാസിക്കാരാ അല്ലാഹുവാണ്, റാസിഖ് അല്ലാഹുവാണ്. 1000ന്റെ നോട്ട് പോയി, 500ന്റെ നോട്ട് പോയി, നമ്മൾ ആരെങ്കിലും പട്ടിണി കിടന്നോ? ഇല്ലല്ലോ. റാസിഖ് അല്ലാഹുവാണ്, അവൻ നമ്മുടെ റിസ്ക് തരും. അതുകൊണ്ടുണ്ടായ ദുരിതങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കുമ്പോ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 2000ന്റെ നോട്ട് കിട്ടി. സത്യത്തിൽ 2000ന്റെ നോട്ടും കെട്ടിയ പെണ്ണും ഒരുപോലെയാണ്. 2000ന്റെ നോട്ടും കെട്ടിയ പെണ്ണും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം കൈ കിട്ടുമ്പോ എന്താ തുള്ളിച്ചാട്ടം, പിന്നെ എല്ലാം അറിയത് മാറ്റിയെടുക്കാൻ പറ്റൂല. ആദ്യം നിങ്ങൾ കൈ കിട്ടുമ്പോൾ അതിന്റെ ആ വയലറ്റ് കളറും അതിന്റെ ആ മൊഞ്ചും സൊങ്കും സ്വർഗവും ഒക്കെ മലപ്പുറംകാർ പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ 2000 കിട്ടും, വെക്കുന്നു, സെൽഫി എടുക്കുന്നു, അടിച്ചു വിടുന്നു. ആദ്യം കൈ കിട്ടുമ്പോ എന്താ തുള്ളിച്ചാട്ടം, പിന്നെ അല്ലേ ഇത് വറക്കത്തിന് വേണ്ടി പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ, മാറ്റിയെടുക്കാൻ പറ്റൂല. റാസിഖ് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഈ ഈമാൻ എപ്പോഴും മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. ഈ ദുആ നിങ്ങൾ എപ്പോഴും പറഞ്ഞോളി. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഏത് ദുആ? ഇവിടെ കൊടുത്തില്ലേ? കൊടുത്തു കഴിഞ്ഞാണ്. സംശയം കൊടുത്തത് ഈ ദുആ ഇങ്ങോട്ട് നോക്ക്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ടായിരുന്നുവല്ലോ. അല്ലാഹുവേ, اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت. പടച്ചവനെ അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല, നീ വിധിച്ചതിനെ അസ്ഥിരമാക്കുന്നവനില്ല, നീ അസ്ഥിരമാക്കുന്നവനെ വിധിക്കുന്നവനുമില്ല. അല്ലാഹുവേ, നീയാണ് വലുത് എന്ന ഈമാൻ ഹൃദയത്തിലുണ്ടാവുക. അല്ലാഹു നമ്മളെ എല്ലാ പ്രയാസത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7 വൻപാതകളിലെ രണ്ടാമത്തെ പാതകം, രണ്ടാമത് അല്ലാഹു പൊറുക്കാത്ത ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ രണ്ടാമത്തെ വൻപാപം അസ്സിഹ്റു, സിഹ്ർ ചെയ്യുക, അസ്സിഹ്റു, മാരണം ചെയ്യുക. ഒന്നാമത്തേത് ഈ വിഷയം അത്ര ഇഷ്ടമുള്ള വിഷയമല്ല. ഒന്ന്, അള്ളാഹിനോട് പങ്കു ചേർക്കുക. 2, 7 വൻപാപത്തിൽ രണ്ടാമത്തെ പാപം അസ്സിഹ്റു, മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക. മറ്റൊരാള് തകർന്നു കാണാൻ കൂടോത്രവും ആപചാര ക്രിയകളും നടത്തുക. ഇത് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ഇന്ന് പല ആളുകളും ഇത് ചെയ്യാറുണ്ട്. ചില ആളുകൾ ചോദിക്കും, സിഹ്ർ ചെയ്താ ബലിക്കോ? ബലിക്കോ ഉറപ്പാണ്. അതിനകത്ത് യാതൊരുവിധ തർക്കവും വേണ്ട. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട്. പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ തലമുടി കെട്ടിയിട്ടിട്ട് പ്രവാചകന് സിഹ്ർ ചെയ്തു. അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ആ കിണറ്റിലിറങ്ങിയിട്ട് കെട്ടിയിട്ട് ആ മുടിയെടുത്ത് വെളിയിൽ കളഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് അസ്വസ്ഥത മാറിയതെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നുണ്ട്. അതല്ലാത്തവർക്ക് എതിർവാദമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല, അത് നമുക്ക് പ്രശ്നമില്ല. അതിനിവിടെ തർക്കത്തിന് വേദിയില്ല. എന്നോട് ആരും തർക്കിക്കാൻ വരും വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചോളം സിഹ്ർ ബാധിക്കും, ഉറപ്പാണ്. അതല്ലാത്ത വാദമുള്ളവരുണ്ടാവാം. വാദപ്രതിവാദത്തിനോ ഖണ്ഡനമണ്ഡലങ്ങൾക്കോ തർക്കവിതർക്കങ്ങൾക്കോ നമ്മൾ നമ്മുടെ വേദികൾ ഉപയോഗപ്പെടുത്താറില്ല. അതുകൊണ്ട് അതുമായിട്ട് സംസാരവും വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം സിഹ്ർ ബാധിക്കും, ഉറപ്പാണ്. പക്ഷേ സിഹ്ർ ചെയ്യൽ മഹാപാതകം. ആർക്ക് സിഹ്ർ ചെയ്താലും ബാധിക്കും, പക്ഷേ സിഹ്ർ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഈമാനുള്ള ഒരാളും മറ്റൊരാൾക്ക് സിഹ്ർ ചെയ്യില്ല.
അപ്പൊ ചികിത്സ ചെയ്യുന്ന അസ്മായിന്റെ ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. അവർ യഥാർത്ഥ ആലിമീങ്ങൾ ആരും അതിന് കൂട്ടുനിൽക്കില്ല. ഇനി ആരെങ്കിലും അതിന് കൂട്ടുനിന്നാൽ അവൻ യഥാർത്ഥ ആലിമ്? നിങ്ങൾക്ക് എന്താ പറയാൻ വേണ്ടി? അല്ല, അങ്ങനെ പറ. പിന്നെന്താ? എല്ലാം അങ്ങനെ വെള്ളപൂശുക എന്ന് പറയും. ഒരു കാര്യം നമ്മൾ പറയുമ്പോ ആ പറയുന്നതിന് കൃത്യമായ വ്യക്തത വേണം. അസ്മായിന്റെ ചികിത്സ നടത്തുന്ന, ഇസ്ലാമിക ചികിത്സ നടത്തുന്ന ആലിമീങ്ങളുണ്ട്, ചികിത്സകരുണ്ട്, സയ്യിദന്മാരുണ്ട്. അവര് ഫലപ്രദമായ ചികിത്സ നടത്തും. അതിൽ ധാരാളം ശിഫാകളുമുണ്ട്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, മഹാനവറുകൾ ഊതിയ മന്ത്രിച്ചോതിയ വെള്ളം, ആ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി 4000-5000 പേരാണ് ഒരു ദിവസം പോലീസാണ് നിയന്ത്രിക്കുക. ആ വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ മാണിയൂർ ഉസ്താദിന്റെ വീട്ടിൽ പോയാൽ കാണാം, ഓരോ ദിവസവും 3000-4000-ലധികം ആളുകൾ ആ മന്ത്രി ചൂതിയ വെള്ളം ക്യാൻസറിന് ശിഫയാണ്. ആ ആളുകളാണ് ധാരാളം വരിക. 3000-4000 പേരാണ് പോലീസാണ് നിയന്ത്രിക്കുക. എന്തുകൊണ്ട്? അത് മാണിയൂർ ഉസ്താദ് രാത്രിയിൽ 1 മണിക്ക് എഴുന്നേറ്റിട്ട് സുബഹി വരെ 5 മണി വരെ അസ്മാഉൽ ഹുസ്നയും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളും മഹാനവറുകൾ ഉറക്കമളച്ചിരുന്ന് ഒരേപോലെ ഇരുന്നിട്ട് ഔറാദുകൾ ഓതി മന്ത്രിച്ച വെള്ളമാണ്. അതില് ശിഫയുണ്ട്, അതില് ശിഫയുണ്ട്. എന്നാ വെള്ളം ഊതിക്കൊടുത്ത് തട്ടിപ്പടത്തിന് വേറെ ആളുകൾ ഉണ്ട് താനും. അതുകൊണ്ട് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കണം, ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ കേരളത്തിൽ വെള്ളം മന്ത്രിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എന്തുമാത്രം ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ടൂറിസ്റ്റ് ബസ്സിനകത്ത് കന്നാസും കെട്ടിക്കൊണ്ടാണ് പോയത്. അവസാനം അവിടെ വെള്ളം തികയാതെ വന്നപ്പോൾ അവിടെ മുമ്പിലുള്ള കടകളൊക്കെ അടച്ചുപൂട്ടി, ജുവലറിയൊക്കെ അടച്ചുപൂട്ടിയിട്ട് കന്നാസ് കച്ചവടം തുടങ്ങി. അമ്മാതിരി കന്നാസായിരുന്നു അവിടെ. അവിടത്തെ വെള്ളം പോയി ഊതി ഊതി മന്ത്രിച്ചാൽ അത് തിന്നാ രോഗം മാറും, അത് കുടിച്ചാല് പെറാത്ത പെണ്ണ് പെറും ഒക്കെ ആയിരുന്നു. അവസാനം എന്തുമാത്രം തിരക്കാന്നറിയോ? ഏറ്റവും അവസാനം ഒരു റെയ്ഡ് നടന്നു. അന്ന് ഈ ശൈഖുനാനെ പൊക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴറിഞ്ഞത് ശൈഖുന പൊന്നാനി പോയിട്ടില്ലെന്ന്. മനസ്സിലായില്ല ഇല്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോഴറിഞ്ഞത് ശൈഖുന പൊന്നാനി പോയിട്ടില്ല. സുന്നത്ത് കർമ്മം നടത്തിയിട്ടില്ല. അങ്ങനെയും നടന്നിട്ടുണ്ട് ഇവിടെ. എത്ര പെണ്ണുങ്ങളാ പോയത്? എന്റെ പൊന്നു പെണ്ണുങ്ങളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സിഹർ ചെയ്യുക. സിഹർ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടരാ. ഖാല മൂസാ മാ ജിതും ബിഹി സിഹർ ഇന്നല്ലാഹ സയ്യുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമല മുഫ്സിദീൻ. സിഹർ ചെയ്യല് മഹാപാതകമാ. നിന്റെ എതിരാളിയുടെ കച്ചവടം തകരാനോ അവന് ആപത്തുകൾ വരാനോ ഏതെങ്കിലും ആളുകളെയോ മൂർത്തികളെയോ സ്വാധീനിച്ചിട്ട് സിഹർ ചെയ്താൽ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു പൊറുക്കുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സിഹർ ചെയ്യൽ 7 വൻപാതകങ്ങളിലെ രണ്ടാമത്തെ കൊടുംപാതകമായി. ശിർക്ക് കഴിഞ്ഞാൽ ബുഖാരിയുടെ ഹദീസിലെ രണ്ടാമത്തെ പാതകം അത് സിഹർ ചെയ്യലാണ്. എത്ര ആളുകളാണ് സിഹർ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള പടച്ചറബിനെ പേടിയുള്ള ആലിമീങ്ങളോ ആത്മീയ ചികിത്സകരോ അത് ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ പണത്തിന്റെ കൊതി കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവൻ യഥാർത്ഥ ചികിത്സകനല്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചില ചാത്തൻ സേവകളും ചില മൂർത്തി സേവകളുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അയൽവക്കക്കാരനെയും ബന്ധുക്കളെയും തറപറ്റിക്കാൻ ചെയ്യുന്നവരുണ്ട്. നീ ജീവിതത്തിൽ ഗതി പിടിക്കില്ല. ചെയ്യപ്പെടുന്നവനല്ല, ചെയ്യുന്നവനും ജീവിതത്തിൽ ഗതി പിടിക്കുകയില്ലെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ തകർന്ന് തരിപ്പണമാവാൻ നിങ്ങൾ സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചാത്തൻ സേവയും മൂർത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്. ഇതൊന്നും ഇസ്ലാമിന്റെ പാഠങ്ങളല്ല. ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ്. അങ്ങനെ ചെയ്യുന്നവര് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചാത്തൻ സേവയും മൂർത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അവരുടെ അടുക്കൽ പോകുന്നവര് പൊക്കോട്ടെ, നമുക്കത് വിഷയമൊന്നുമല്ല, നമുക്കത് വിഷയമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവനൊരു പദ്ധതിയുണ്ട്, അവനൊരു ഈമാനുണ്ട്. അത് ചെയ്യുന്നവൻ ഇസ്ലാമിന് പുറത്താണ്, അവർ കാഫിറാണ്, പുറത്താണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞപ്പോ ആമീൻ എന്തൊരു ശക്തി മിക്കവാറും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. ആമീൻ കേട്ടിട്ട്
ഇത് ചെയ്യിക്കുന്നത് ചില അന്യമതസ്ഥരായ മൂർത്തി സേവയും ചാത്തൻ സേവയൊക്കെയുള്ള അന്യമതസ്ഥരായ ചികിത്സകരുണ്ട്. അവരുടെ അടുക്കൽ പോയി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഇസ്ലാമിന് പുറത്താണ്, പിന്നെ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പിന്നെ നീ ഇത് കൂടുതൽ ഈ രോഗമുള്ളത് പെണ്ണുങ്ങൾക്കുമാണ്. അന്ധവിശ്വാസം കൂടുതൽ ഈ പെണ്ണുങ്ങൾക്കാണ്. പൂച്ച വട്ടം ചാടിയ നമ്മൾ അന്ന് പിന്നെ തിരിച്ചു വീട്ടിൽ കയറും. എന്തൊക്കെ പൂച്ച വട്ടം ചാടിയാൽ ഇറങ്ങി പോണ സമയത്ത് പൂച്ച വട്ടം ചാടി നേരെ തിരിച്ച് വീട്ടിൽ കയറും. ഇപ്പൊ പൂച്ചയ്ക്ക് പോകണ്ടേ? ഇമ്മാത് തവക്കുലില്ലാത്ത, അള്ളാഹുവിന് ഈമാനില്ലാത്ത എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ? പൂച്ച വട്ടം ചാടിയാൽ പല്ലി ചരച്ച സത്യമാണ്. അരമണിക്കൂർ കാമുകനെ വിളിച്ചിട്ട് ഡിലേറ്റ് ചെയ്ത് ഭർത്താവ് വന്നപ്പോ ചോദിച്ചു, സത്യം പറയടി നീ ആരെ വിളിച്ചത്? അള്ളാണ് ആരും വിളിച്ചില്ല, ഞാൻ ഉമ്മാനെ വിളിച്ചത്. സത്യം പറയടി. അപ്പൊ പല്ലി ചലച്ച. ആ കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്. പല്ലിക്ക് അണ്ണാക്കി വല്ല ഇരയും കുടുങ്ങിട്ടത് ചലച്ചതാവും. അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരമായി നമ്മൾ മാറിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുണ്ട്. കുൽ ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബാണ് വലുത്. നിഅമൽ വക്കീൽ, ഞാൻ അവനെ പരമേൽപ്പിച്ചിട്ടാണ് ഇറങ്ങുക. പൂച്ചയെ കണ്ടാൽ തിരിച്ചു കയറാനുള്ളവനല്ല മുസ്ലിം. അല്ലാഹുവേ, ആ സമയത്ത് പറയണം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ആ സമയത്ത് എന്തെങ്കിലും മനസ്സിന് അലോസരതയുണ്ടായാൽ അല്ലാഹുവേ, പലരും അങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അപ്പൊ പറയണേ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്കെന്റെ റബ്ബിന്റെ സഹായമുണ്ടല്ലോ. അല്ലാഹു അന്ധവിശ്വാസങ്ങൾ മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിഹ്ർ ചെയ്യുക രണ്ടാമത്തെ പാതകമാണ്. 3 സമയം തീരാൻ പോകുന്നു. അല്ലാഹു അക്ബർ. നിങ്ങൾ വന്നപ്പോ വൈകിപ്പോയി. നമ്മൾ വാദം തുടങ്ങിയിട്ട് സമയം എത്രയെന്നറിയോ? നിങ്ങൾ പതിയായപ്പോഴല്ലേ വന്നേ? നമ്മൾ വാദം 8:30 തുടങ്ങിയതാണ്. എപ്പോഴും 9:30 തുടങ്ങുന്ന ആളുകൾ ആ സമയം ഒന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ 8:30 തന്നെ വാദം തുടങ്ങി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. 3ാമത്തെ പാതകം പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, 3ാമത്തെ പാതകമേതാ? വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്. 7 വൻപാപങ്ങളിൽ 3ാമത്തെ വൻപാപം പറയട്ടെ. നിങ്ങൾക്ക് വിഷമല്ലോ ഉണ്ടോ? പറഞ്ഞാൽ കുഴപ്പമല്ലോ ഉണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഇവിടെ ഇപ്പൊ ഏതാ പാർട്ടി കൂടുതൽ, CPM അതോ കോൺഗ്രസ്? ഭൂരിപക്ഷം രണ്ടുമുണ്ട്. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഇല്ലേ, SDP ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാ ഞാൻ 7ാമത്തെ പാത, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയ അമിതമായ വിധേയത്വമൊന്നും ആരോടും ഇല്ല. നന്മ എവിടെ കണ്ടാലും ഞാൻ പറയാം. എന്നെ വിമർശിക്കുന്നവരുണ്ടാകാം, സ്വീകരിക്കുന്നുണ്ടാവാം. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഈ ലോകം മുഴുവനും എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചാൽ അതെന്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരാളെ എല്ലാവരും അംഗീകരിക്കില്ല. ഹറമിലെ ഇമാമിന്റെ പുറകിൽ പോലും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് നിസ്കരിക്കണം മിനിങ്ങളുണ്ട്. ഹറമിലെ ഇമാം ആരാ? ഹറമിലെ ഇമാം ഒരു വക്കത്തിന് പോയാൽ 50,000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടും. അപ്പോഴും ഇദ്ദേഹത്തിന്റെ പുറകിൽ നിസ്കരിക്കാൻ കൈയ്യട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ എല്ലാവരും ഒരാളെ അംഗീകരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമില്ല. പിന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരോടും ഒരേപോലെ സൗഹാർദ്ദത്തോടെ പറയുക എന്നുള്ളതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല, ഞാൻ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമില്ല. ഇന്നലെ ഞാൻ ചെഗുവേരയെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ ചെഗുവേരയുടെ പോസ്റ്റർ ഇവിടെ നിന്ന് വലിച്ചു കീറണമെന്ന് പറഞ്ഞപ്പോ ആദ്യം പ്രതികരിച്ച് പ്രസംഗിച്ച ഞാനാണ്. ഇന്നലെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ചെഗുവേരയുടെ പോസ്റ്ററുകൾ തെറിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത്, കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിനിട്ട് ഇടികിട്ടിയപ്പോ സായിപ്പിന്റെ ചെരുപ്പ് നക്കിക്കൊടുത്ത ആളുകളുടെ പിൻഗാമികളാണ്. സന്ധ്യാനേരത്തിനു മുമ്പേ ബിർളാ മന്ദിരത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി പോയ പാവപ്പെട്ട ഗാന്ധിജിയെ പ്രണമിക്കാനെന്ന പേരിൽ കുനിഞ്ഞു നിർത്തിയിട്ട് കാലിൽ തൊട്ട് വന്ദിക്കുന്നതിലൂടെ കാലെ കൂട്ടി കരുതി വെച്ച കൈത്തോക്കിന്റെ കാഞ്ചി വലിച്ച പാവപ്പെട്ടവന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്തി രാഷ്ട്രപിതാവിനെ കൊന്നൊടുക്കിയ നാദൂറാം വിനായക് ഗോഡ്സയെ ഫോട്ടോ വെച്ച് ആരാധിച്ച് പൂമാലയിടുന്നവർക്കാണോ ചെഗുവേരയുടെ പോസ്റ്റർ കീറിക്കളയുക എന്ന് പറയാൻ അധികാരമുള്ളത്? അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ.
ചെഗുവേരയല്ല, ചെഗുവേര സഖാവ് ചെ എന്ന ഓമന പേരിൽ പറയുന്ന ചെഗുവേര. എന്നെ സംബന്ധിച്ചോളം ചെഗുവേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അയാൾ സാമ്രാജ്യത്വ വിരുദ്ധ പോലെയാണ്. സഖാവ് ചെ കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരുടെ ഏറ്റവും വലിയ ആവേശവും ആഘോഷവുമാണ് സഖാവ് ചെ എന്ന പേരിൽ വിളിക്കുന്ന ചെഗുവേര. ആ ചെഗുവേരയെ ഒരു ഇസ്ലാമിക മതപ്രബോധകനായി ഞാൻ പറയുന്നു, സഖാവ് ചെ അല്ല, ചെഗുവേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. സാമ്രാജ്യത്തിനെതിരെ നെഞ്ചു വിരിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പട്ടാളക്കാർ കൂടെ നിന്നിട്ട് കൈത്തോക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് റിവോൾവറിനെ കാഞ്ചി വലിക്കാൻ വന്നപ്പോ തോക്കിന് നേരെ നോക്കിയിട്ട് ചെഗുവേരയുടെ കണ്ണിൽ നിന്ന് വരുന്ന കത്തുന്ന നോട്ടം കണ്ടപ്പോ ചെഗുവേരയുടെ മുഖത്ത് നോക്കിയിട്ട് കാഞ്ചി വലിക്കാൻ കഴിയാതെ എല്ലാവരും തോക്ക് കൈമാറിയപ്പോ അവസാന ചെഗുവേരയെ വെടിവെച്ച പോലീസുകാരൻ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് മുഖത്തു നോക്കാതെ വെടിവെച്ച് വീഴ്ത്തിയ സഖാവ് ചെ എന്ന ബൊളീവിയൻ ഉൾക്കാടുകളിൽ ഗറില്ല യുദ്ധം നടത്തി സാമ്രാജ്യത്തെ കിടുകിടാവിറപ്പിച്ച സഖാവ് ചെ എന്ന് വിളിക്കുന്ന ചെഗുവേര, ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം അദ്ദേഹം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. നമ്മുടെ നിലപാടുകൾ ഏത് സമൂഹത്തോടും പറയുന്നത് നമുക്കെന്താ ബുദ്ധിമുട്ടുള്ളത്? അതുകൊണ്ട് രാഷ്ട്രീയം അതെല്ലാ കാലഘട്ടത്തിലുമുണ്ട്. രാഷ്ട്രീയം ചിലപ്പോൾ പുരോഗമനമാണ്. ആ രാഷ്ട്രീയം ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ സംഘട്ടനങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷേ ആശയം നഷ്ടപ്പെടുമ്പോഴാണ് ആയുധം ഏന്തേണ്ടി വരിക. ആശയത്തിന് ദാരിദ്ര്യം വരുമ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരിക. ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എന്നോടെല്ലാവർക്കും വലിയ സ്നേഹമാണ്. കുറച്ചാളുകൾക്കൊക്കെ വിഷമമുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും വലിയ സ്നേഹത്തോടെ പറയാ, ഖുർആൻ മൂന്നാമത്തെ പാതകമായി 7 വൻപാതകങ്ങളിൽ മൂന്നാമത്തെ വൻപാതകമായിട്ട് സഹബായ നബി മുഹമ്മദ് മുസ്തഫ എന്നൊക്കെ പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതേതാ? ആരാ മൂന്നാമത്തെ വൻപാതകം? അല്ലാഹു പൊറുക്കാത്ത വൻപാതകം. വഖത്ലു നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച മനുഷ്യനെ കാരണമില്ലാതെ കൊന്നൊടുക്കുക. അല്ലാഹു ബഹുമാനിച്ചവനാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. അല്ലാഹു ബഹുമാനിച്ച മനുഷ്യനെ മജ്ജയുള്ള, വികാരമുള്ള, വിചാരമുള്ള, ഉപ്പയുള്ള, ഉമ്മയുള്ള, മക്കളുള്ള, കുടുംബമുള്ള, കൂട്ടുകുടുംബമുള്ള എല്ലാ മാനുഷിക വികാരമുള്ള മനുഷ്യനെ അവനെ നിങ്ങൾ അകാരണമായി കൊലപ്പെടുത്തരുതേ. കൊലപാതകമരുതേ. രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോയതിന്റെ പേര്, സംഘടനാ വ്യത്യാസത്തിന്റെ പേര്, വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ സംഘടനാ വ്യതിയാനത്തിന്റെ പേര് പാതിരാത്രിയിൽ പതിയിരുന്നിട്ട് കടന്നു വരുന്നവന്റെ പള്ളയിലോട്ട് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റി മലന്ന് വീഴുന്നവന്റെ മറത്ത് കയറി നിന്നിട്ട് അവന്റെ ശരീരത്തിന് അവയവങ്ങൾ വെട്ടിനുറുക്കി വൈകുന്നേരം വരുന്ന മകനെയും കാത്തിരിക്കുന്ന ഉമ്മയുടെ മുമ്പ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമായി പാവപ്പെട്ട നിരപരാധികളുടെ മൃതദേഹങ്ങൾ കുന്നുകൂടുമ്പോ കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ചിതറിത്തെറിച്ച മൃതദേഹം വരുമ്പോ എതിരാളികൾ വിട്ടുവിഗതമാക്കിയ തന്റെ പിതാവിന്റെ ഏതു മുഖത്താണ് മുത്തം കൊടുക്കേണ്ടതെന്നറിയാട് പൊന്നുമക്കള് നിലവിളിക്കുമ്പോ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞാൻ എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരോട് ഓർമ്മിപ്പിക്കുകയാ. കണ്ണൂരും തലശ്ശേരിയിലും എന്ന് വേണ്ട, മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്ന നിരപരാധികൾ എത്ര പേരാ? അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? അവൻ കോൺഗ്രസ്സുകാരനാണോ? അവൻ മുസ്ലിം ലീഗുകാരനാണോ? അവൻ SDP കാരനാണോ? അതൊന്നുമല്ല സഹോദര, അവനൊരു മനുഷ്യനായിരുന്നു. അവനെ കാത്തവന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു, ഉപ്പയെ കാത്തു മക്കള് കാത്തിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ കൊന്നെടുക്കരുതേ. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ്, ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലാ. ആരൊക്കെ കൊലപാതകത്തിന് പങ്കാളികളായോ? കണ്ണൂരും കൂത്തുപറമ്പിലും കണ്ണൂരേ, നിന്റെ കണ്ണുനീരുണങ്ങുന്നില്ലല്ലോ കണ്ണൂരേ. എത്ര പേരാണ് ഓരോ മാസങ്ങളിലും വധിക്കപ്പെടുന്നത്? ആരോ പറഞ്ഞതുപോലെ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്ത് വെച്ച് പരസ്പരം കണ്ടാൽ അവര് പറയുന്നത് എന്തെന്നറിയോ? നമ്മൾ പിടിച്ച കൊടിക്ക് നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ
വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ അവര് പറയുന്നുണ്ടാവും, നമ്മൾ പിടിച്ച ഇൻകിലാബിനും നമ്മൾ പിടിച്ച കൊടിക്കും നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പിടിച്ചെടുത്ത കൊടിക്കുന്നാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് ആശയത്തിന്റെ സംവാദമാകട്ടെ, ആയുധത്തിന്റെ സംവാദം പാടില്ല. അല്ലാഹു പറയാ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഏഴാമത്തെ 7 വൻപാതകങ്ങളിൽ 3ാമത്തെ പാതകം വലാ തഖ്തുലു നഫ്സല്ലതീ ഹറമല്ലാഹ്, ഒരാളെയും നിങ്ങൾ കൊല്ലരുതേ, അവൻ മനുഷ്യനാണ്, അല്ലാഹു ബഹുമാനിച്ചവനാണ്. അത് കുടുംബ വൈരാഗ്യമാകട്ടെ, അതിർത്തി തർക്കമാകട്ടെ, രാഷ്ട്രീയ സംഘടനമാകട്ടെ, ഒരാളെ പോലും കൊല്ലരുതേ, കൊലപാതകത്തിന് പങ്കാളികളാവരുതേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാ. 4ാമത്തെ പാതകം, 4ാമത്തെ വൻദോഷങ്ങളിൽ 7 വൻപാപങ്ങൾ 4ാമത്തെ പാതകം വാക്കിലു റിബാ, പലിശ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക, പലിശക്ക് കൊടുക്കുക. അല്ലാഹു നിരോധിച്ച, അല്ലാഹുവിന്റെ റസൂൽ 4ാമത്തെ മഹാപാപമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാപമാണ് വാക്കിലു റിബാ, പലിശ ഭക്ഷിക്കുക, പലിശയുടെ വിതരണക്കാരാവുക. പാവപ്പെട്ടവര് കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാതെ പൈസ ചോദിച്ചാൽ അവന് മാസാമാസം വട്ടിപ്പലിശ കൊടുത്തിട്ട് അവനിൽ നിന്ന് പിഴിഞ്ഞു വാങ്ങുക. എവിടെ കൊണ്ടുപോകാനാണ് മോനെ? എത്ര കോടികൾ പലിശയിലൂടെ സമ്പാദിക്കുന്നവരുണ്ട്. ഇതെവിടെ കൊണ്ടുപോകാനാ? 20,000 കോടി രൂപയുടെ സമ്പത്തുള്ള പുരട്சி തലൈവി ജയലളിതയാണ് ആ ചെന്നൈയിലെ കടപ്പുറത്ത് കിടക്കുന്നത്. അവരുടെ 20,000 കോടിയുടെ സമ്പത്ത് എവിടെ പോയി? സമ്പത്ത് എവിടെ പോയി? അതുകൊണ്ട് വാക്കിലു റിബാ, പലിശ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക. അല്ലാഹു മാറി നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമത്തെ പാതകം വാക്കിലു മാലൽ യതീം, യതീമീങ്ങളായ അനാഥകളായ സാധുക്കളുടെ സമ്പത്തിൽ കൈയിട്ട് വാരുക. 7 വൻപാപങ്ങൾ ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. 5ാമത്തെ പാതകമേതാ? വാക്കിലു മാലൽ യതീം, അനാഥകളായ യതീമീങ്ങളായ പാവങ്ങളുടെ സ്വത്ത് ഭക്ഷിക്കുക. 6 യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടുക. 6 യുദ്ധമുണ്ടാകുന്ന സമയത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. ഇപ്പൊ യുദ്ധം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വിഷയമില്ല. എന്നാലും ഇസ്ലാമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, ഇസ്ലാമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക. അല്ലാഹു ഈ മഹാപാതകം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7ാമത്തെ പാപം, 7ാമത്തെ പാപം. സമയേറെ വൈകി, ഞാൻ സമയം കുറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിത് വിശാലമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. 7ാമത്തെ പാപം പറയട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ മാറ്റുമാറാകട്ടെ. 7ാമത്തെ വൻപാപം പതിവ്രതകളായ മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയുക. 7ാമത്തെ വൻപാപം പതിവ്രതകളായ മാന്യമായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുക. ഇതൊക്കെ വളരെ ഗൗരവമേറിയ പാപമാണ്. മദ്യം പറഞ്ഞില്ല, വ്യഭിചാരം പറഞ്ഞില്ല. അതിനൊക്കെ മുമ്പേ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഗൾഫുകാരന്റെ ഭാര്യയെ കുറിച്ച്, നിനക്ക് കൈ കിട്ടാതെ വഴുതിപ്പോയതിനെ കുറിച്ചൊക്കെ, നിനക്ക് കിട്ടാത്തതിനെ കുറിച്ച് നീ വേവലാതി പറയാ, അവലാതി പറയാ. അത് എന്താ പ്രശ്നം എന്നാ? നിനക്ക് കിട്ടിയില്ല. നല്ല ഒരു ഉയരമുള്ള പേരകത്തിന്റെ മുകളിൽ നല്ല പടുത്ത ഒരു പേരക്ക കിടന്നു. കുറെ നേരം എറിഞ്ഞിട്ട് പേരക്ക കിട്ടിയില്ല. അവസാനം നിരാശനായപ്പോ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിനി എറിയണെന്തിനാ? ഈ വവ്വാല് പാല് നോക്കിയത് എനിക്കെന്തിനാ? കുറെ നേരം പേരകത്തിന്റെ മുകളിൽ ഒരു വലിയ പേരക്ക കിടന്ന് എറിഞ്ഞിട്ട് കിട്ടിയില്ല. അവസാനം കൈ കളിച്ചപ്പോ അവൻ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ എന്റെ ഊർജം കളയണത്? കാരണം എന്താ? അത് വവ്വാല് നോക്കിയതാണ്. അതെന്തുകൊണ്ടാണ്? നിനക്ക് കിട്ടാതെ വന്നപ്പോഴാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ വഖദഫ് മുഹ്സിനാത്ത് ഗാഫിലാത്ത് വഖദഫ് മുഹ്സനാത്ത് ഗാഫിലാത്ത് പതിവ്രതകളായ മാന്യമായി ഭർത്താക്കന്മാരുടെ കൂടെ മക്കളുടെ കൂടെ കുടുംബജീവിതം നയിക്കുന്ന അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതേപോലെ തന്നെ കുടുംബങ്ങളിലെ ചിത്രതയുണ്ടാക്കുന്ന രീതിയിൽ പാവപ്പെട്ട പ്രവാസികൾ ഗൾഫിൽ കിടക്കുന്നവന്റെ ഭാര്യയെ കുറിച്ച് കഥ പറയുന്ന ഓരോ പെണ്ണിനോടും ആണിനോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പല ആണുങ്ങളുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങളെ കൂട്ടി പറയാറുണ്ട്. ഇതൊന്നും അങ്ങനെ നിസ്സാരമായി പറയാൻ കഴിയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കുറിച്ചൊരു അപവാദം പറയണമെന്നുണ്ടെങ്കിൽ ആരെ കുറിച്ചെങ്കിലും ആ പുരുഷനുമായിട്ട് ഈ പെണ്ണിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ പെണ്ണുമായിട്ട് ആ പുരുഷന് ബന്ധമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളമായി വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും പരിഹാരം തീർക്കാൻ ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിലൂടെ പോയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിയമമേടയോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു മുഹ്സിനത്തായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. തുമ്മലം യഅതൂബി അർബഅതി ശുഹദാ, അവൻ പറഞ്ഞ ആരോപണത്തിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ അവന് പറ്റിയില്ലെങ്കിൽ അവനെ ചാട്ടവാറ് കൊണ്ടടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നിനക്ക് വെറുതെ പറയാനുള്ളതല്ല. ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് നീ കണ്ടു, പക്ഷെ അതിനെക്കുറിച്ച് നിനക്ക് ഇസ്ലാമിക കോടതിയിൽ പരാതിപ്പെടണമെങ്കിൽ അത് വ്യക്തമായി കണ്ട 2 സാക്ഷികൾ വേണം. അതല്ലെങ്കിൽ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്. കാരണം ഒരാളുടെ അഭിമാനത്തെ ഹനിക്കരുത്, ഒരാളുടെ ജീവിതത്തെ തകർക്കരുത്, ഒരാളുടെ ജീവിതത്തിന് തടസ്സമാകരുത്. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളതെന്താ? ഓരോ പാപത്തെ കുറിച്ച് പറഞ്ഞിട്ടും പാപങ്ങൾ ചെയ്യാത്തവരാരുമില്ല. ഈ പാപങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്തൊക്കെ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടാ വതൂബൂ ഇലല്ലാഹി ജമീആ വതൂബൂ ഇലല്ലാഹി ജമീആ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. ഞാൻ എന്റെ വിഷയത്തിന് അവസാനം ഇങ്ങനെ സമാപിപ്പിച്ചു തരട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരേ ഒരു പരിഹാരമേതാ? വതൂബൂ ഇലല്ലാഹി ജമീആ. പടച്ചറപ്പിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. അല്ലാഹുവോട് പറയണേ, ഞാൻ ചെയ്തു പോയി അല്ലാ, ഇനി ഞാൻ ചെയ്യില്ല അല്ലാ. നിങ്ങൾക്കറിയുമോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നാം മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴിയിൽ 80 കിലോമീറ്റർ അകലെയുള്ള ബനു സായിദ ഗോത്രത്തിലെ ഹനീമത്ത് സഅദിയ റളിയല്ലാഹു തആലയുടെ വീട്ടില് ഹനീമത്ത് സഅദിയയുടെ 6 വയസ്സ് പ്രായമുള്ള ഷൈമ എന്ന് പേരുള്ള പൊന്നുമോള് ഹബീബായ മുത്തിനെ തൊട്ടിലിട്ട് താരാട്ട് പാടുകയാ. യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദാ ഹത്താ റഅഹു നാഫിഅൻ വഅംറദാ ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മി. ഹബീബായ നബി തങ്ങൾക്ക് താരാട്ട് പാടുമ്പോ ആ താരാട്ട് കേട്ടിട്ട് ആ സമയത്ത് മുകൾ നിൽക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ ഇളകി കളിക്കുകയാ. ചന്ദ്രഗോളമേ, നീ ഇളകി കളിക്കുന്നതെന്തിനാ? മുത്തുനബി തൊട്ടിലിൽ കിടക്കുമ്പോ മുകളിൽ നിന്ന് ചന്ദ്രന് പോലും നാണമാകുന്നുവോ? ആ ചന്ദ്രൻ പറയുന്നു, എനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങണം. കാരണം മുത്തുനബിയുടെ മുകളിലല്ലയോ ഞാൻ നിൽക്കുന്നത്. അതൊരതവ് കേടാകുമോ? അമ്പലത്തിങ്കൽക്കരയും ഗഗനവും ഭുവനവും ചന്ദ്രനും താരകങ്ങളും കൊടുമുടികളും നടുമുടികളും
പക്ഷികളും കാകനവും കരടിയും ഒക്കെ ഒരേപോലെ സലാത്ത് ചൊല്ലിയ മദീനയുടെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ പൊന്നുമോനെ, ദിൽ കേ സബാൻ തുമാരേ ലിയേ, ഓ നബി, എന്റെ ഹൃദയത്തിൽ അങ്ങ് വെളിച്ചം തന്നത് അങ്ങക്ക് വേണ്ടി പറയാണല്ലോ. ദിൽ മേ സബാൻ തുമാരേ ലിയേ, ഈ നാവിന് നീ അക്ഷരത്തെ തന്നത് അല്ലാഹുവിന്റെ റസൂലിനെ പറയാണല്ലോ. അഹമ്മദ് കബീറിന്റെ നാവിന് അല്ലാഹു അക്ഷരത്തിന്റെ ഗരിമ തന്നതെന്തിനാ? അത് പ്രഭാഷകനാകാനല്ല, അത് പ്രസംഗിക്കാനല്ല, ഇത് മുത്തു റസൂലിന്റെ സലാത്ത് പറയാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പിൽ സലാത്ത് ഉണ്ടാവണേ. മദീനയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാ. ഈ നാവിന്റെ വെളിച്ചം സലാത്തിനല്ലയോ? ഞാൻ നിങ്ങളോട് അറിവ് പറഞ്ഞു തരികയല്ല, പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, പരിത്യാഗം പറയാ ഞാനൊരു ത്യാഗിയല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല, ഗരിമ പറയാ ഞാനൊരു സാഹിതിയല്ല, നിർമ്മിതി പറയാ ഞാനൊരു നിർമ്മാതാവല്ല, അത്യുന്നതങ്ങളിൽ പോവാ ഞാനൊരു ആത്മാവിന്റെ സഖിയല്ല. പിന്നെ ഞാനാരാ? വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നനെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തിന്റെ അത്യുന്നതമായ ആത്മസമർപ്പണത്തിന്റെ ആത്മീയ രൂപങ്ങളായി അവിടത്തേക്ക് പറഞ്ഞ ഒരു ആശിക്കായിട്ട് പറയാ. നിങ്ങൾ മസ്ജിദുൻ നബവി കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പോയാൽ ആ മസ്ജിദുൻ നബവിയുടെ വലതുഭാഗത്ത് മദീന യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ മദീന യൂണിവേഴ്സിറ്റിയുടെ മറുഭാഗത്ത് വിശാലമായ മരുഭൂമി പോലെ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. ആ മരുപ്പറമ്പില് മണൽത്തരികൾക്ക് പറയാനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് പോകവേ അൽഹംദുലില്ലാഹ് എന്റെ കൂടെ വന്ന മുഴുവൻ ആളുകളെയും വിളിച്ച് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ആ വിശാലമായ സമയം അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ കഥ അവരോട് പറഞ്ഞു കൊടുത്തു. ഈ സ്ഥലമേതെന്നറിയോ? ഈ മണൽത്തരി ഏതെന്നറിയുമോ? ഈ മണൽത്തരിക്ക് പറയാൻ കഥകളേറെയുണ്ട്. മദീനത്തിന്റെ മണൽത്തരിയല്ലേ ഉഖബാത്തരി മദീനയുടെ തെരുവൻ ചരിത്രമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്തുകൊണ്ടും മദീന ഞങ്ങളുടെ സ്വപ്നഭൂമിയായി, എന്തുകൊണ്ടും മദീന ഞങ്ങളുടെ ജന്മഭൂമിയായില്ല? മദീനയിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. കവിയുടെ വാക്കുകൾ വാഴ്ത്തപ്പെടട്ടെ. മലയാളത്തിന്റെ കവിയുടെ മലയാളാക്ഷരത്തിന്റെ പ്രവാചക പ്രേമത്തിന്റെ കാവ്യപല്ലതകങ്ങൾ ആത്മാവിന്റെ പ്രേമപല്ലതങ്ങളായി പെയ്തിറങ്ങിയ അനുരാഗത്തിന്റെ അടരാത്ത മാരിവില്ല് പോലെ മനോഹാരിത നിറഞ്ഞു നിന്ന പദ്യാത്മകമാണിത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ മലയാളത്തിന്റെ മണ്ണിൽ എന്തിനാ നീ എനിക്ക് പിറവി തന്നത്? അല്ലാഹുവേ, നീ എനിക്ക് ജന്മം തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എന്റെ റസൂലുള്ളാഹിയുടെ പാദസ്പർശനമേക്കാത്ത ഈ മണ്ണിൽ എന്തിനാണ് എനിക്ക് നീ ജന്മം തന്നത്? നീ എന്നെ മണ്ണുകൊണ്ട് പടച്ചിരുന്നെങ്കിൽ എന്റെ മുത്തു റസൂലിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ മദീനത്തെ മണ്ണിന് നീ എനിക്ക് ജന്മം നൽകി കൂടായിരുന്നു. അല്ലാഹുവേ, എന്ന ആശിക്കിന്റെ വിരഹനായകന്റെ അത്യുന്നതമായ ആത്മാവിന്റെ ആന്തോളനങ്ങളെ അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ആവാഹിച്ചെടുത്ത ആശിക്കിന്റെ വാക്കുകളിലൂടെ പറയുമ്പോ മദീന ലോകത്തിന്റെ ചരിത്രമാണ്. മദീനയുടെ മണൽത്തരി പറഞ്ഞു തരുന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്നും മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നത്, നബിയേ തഹിറണി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധിയാക്കി തരണേ നബിയേ. ഹബീബായ നബിയോട് ഈ പറഞ്ഞ തെറ്റുകൾ ചെയ്യാത്തവരില്ല, പക്ഷെ തെറ്റുകളിൽ നിന്ന് നമുക്കൊരു ശുദ്ധി ഉണ്ടാവും, നമുക്കൊരു പരിശുദ്ധി ഉണ്ടാവണം. അള്ളാഹു നമ്മളെ പരിശുദ്ധരാക്കട്ടെ. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീനയിലെ മസ്ജിദ് നബവിയുടെ മറുഭാഗത്ത് മദീന യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ മറുഭാഗത്ത് ഒരു ചെറിയ മണൽപ്പരപ്പ് വിശാലമായി കിടക്കുന്നുണ്ട്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ വന്നവരെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നമുക്കൊരു മനസ്സിന് നന്നായിട്ട് ടച്ച് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്ഥലം? മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈവക്കി. മാഷാ അല്ലാഹ്, ഇനിയും പോകാൻ തൗഫീക്ക് നൽകട്ടെ. നീ വരണമെങ്കിൽ വന്നോളൂ. ഏപ്രിലിൽ ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഏപ്രിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഏപ്രിൽ 2ാം വീക്കിൽ കഴിയുന്ന നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ ഫ്ലൈ ഹിന്ദ് ട്രാവൽസ് ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ പോവുക. കഴിയുന്നവരതിനകത്ത് പോകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ആ ഹജ്ജിന് പോകുമ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. മദീനയിൽ എന്തൊക്കെയാണ്. അള്ളാഹു നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. സംഘാടകരുടെ ബക്കറ്റൂരൊന്നും ഇല്ലേ? ഇത് അംബാനി നടത്തുന്ന ഉള്ളതാണ്. സാധാരണ സംഘാടകർ ഇടയ്ക്ക് ബക്കറ്റെങ്കിലും കാണിക്കും. ഒന്നുകിൽ അവര് ലയിച്ചു പോയി, അല്ലെങ്കിൽ അവർ പേടിച്ചിട്ടാണ്. അതിന് ബക്കറ്റ് കൊണ്ടുവരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഒരു സ്വലാത്തില് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയുടെ ചാരത്തിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വിവശനായി ആവലാദിയോട് വേവലാദിയോട് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ തഹിറണി യാ റസൂലല്ലാഹ്, തഹിറണി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ. ആരാ വരുന്നത്? മഹാനായ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാണ്, നബിയേ തഹിറണി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. ആദ്യം തെറ്റ് ചെയ്തു എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു നമുക്ക് അങ്ങനെ ശുദ്ധീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. ആരാണ്? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. എന്താ മായിസേ പറയുന്നത്? നീ നശിച്ചെന്നോ? അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞൊരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ഇതാണ് സഹാബത്തുകൾ. നബിയെ ഞാൻ നശിക്കാൻ കാരണം എന്താ? വ്യഭിചരിച്ചിട്ടല്ല, കല്ല് കുടിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞൊരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട് നബിയെ. എന്താ സ്വഭാവം? വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല. ഇവിടെയാണ് പടച്ചോനെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അപ്പൊ ഞാനാരാ? ഞാൻ വലിയ മുത്തഖിയാണ്. അല്ല, എന്താ പറഞ്ഞതെന്നറിയോ നബിയെ? ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് ആളുകൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയെ. അത് പാടില്ല എന്ന് ഖുർആൻ നിരോധിച്ചതല്ലേ? ലാ തക്സബന്നല്ലദീന യഫറഹൂന ബിമാ ആതൗ വയുഹിബ്ബൂന അൻ യുഹമദൂ ബിമാ ലം യഫഅലൂ. അവര് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ വെറുതെ പുകഴ്ത്തുക, ആ പുകഴ്ത്തുന്നവന് ഇഷ്ടമായി തീരുക, ഇത് മോശമാണെന്ന് ഖുർആൻ പറഞ്ഞ സ്വഭാവമാണ്. ആ സ്വഭാവം എന്നിലുണ്ട് എന്ന് പറഞ്ഞ് വേവലാതി പറഞ്ഞ അസ്ഹാബ് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മഹാനായ മായിസ് റളിയല്ലാഹു തആല പറഞ്ഞ നബിയേ ഖദ് സനൈതു യാ റസൂലല്ലാഹ്,
ഞാൻ വ്യഭിചരിച്ചു നബിയേ, റജിംനി യാ റസൂലല്ലാഹ്, എന്നെ എറിഞ്ഞുകൊല്ലു നബിയേ. നിങ്ങൾക്കറിയാം ചരിത്രം, മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ ഈ പറഞ്ഞ മദീനത്തുൽ നബവിയുടെ മറുഭാഗത്തുള്ള മരുഭൂമിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് സഹാബത്ത് കല്ലുകൾ കൊണ്ട് ആന്നെറിയുകയാ. കൂത്തുമൂത്ത കരിങ്കല്ലുകൾ വന്ന് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിച്ച് മാനവരുടെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ മായിസ് എന്ന ചെറുപ്പക്കാരൻ പുളയവേ മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല ഒരു കല്ലെടുത്തിട്ട് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിലേക്ക് എറിഞ്ഞു. നെറ്റി പൊട്ടിച്ചെറിയിട്ട് ചുടുരക്തം എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തെറിച്ചു. വല്ലാത്തൊരു അലോസരതയോടെ ഖാലിദ് റളിയല്ലാഹു അൻഹു ഛേ എന്ന് പറഞ്ഞിട്ട് പുറം കൈ കൊണ്ടാ രക്തം തുടച്ചു മാറ്റുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് നിൽക്കുകയാ. അവസാനം വേറുകളേറ്റ് പ്രഹരങ്ങളേറ്റ് മായിസ് റളിയല്ലാഹു അൻഹു രക്തം തടം തല്ലിയാ തുടങ്ങി താഴോട്ട് വീടവേ മരണത്തെ മുഖാമുഖം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറുകളേറ്റ് പ്രഹരമേറ്റ് ചതഞ്ഞു പോയ ശരീരം തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച് മായിസ് റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ പിളയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ മായിസേ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് കരിങ്കല്ല് മുഴുവനും ഏറുകൊണ്ട് പ്രഹരമേറ്റ് ശരീരം വിറങ്ങലിച്ച് ഇതൊക്കെ മായിസ് ചോദിച്ചു വാങ്ങിച്ചതല്ല ചെറുപ്പക്കാരാ. ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലഘട്ടത്തിലാണ് തന്റെ കടയിലോട്ട് വന്നൊരു പെണ്ണുമായി വ്യഭിചരിച്ചു കുറ്റബോധം തോന്നിയതൊരു പോലീസ് സ്റ്റേഷൻ ഇല്ല, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇല്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാല് പോലീസ് സ്റ്റേഷൻ തകർത്ത് കഴിയുമെന്ന് റഷ്യൻ വിപ്ലവത്തിൽ ബോൾഷെവിക്കുകൾ ഓഫർ കൊടുത്തതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയുടെ അവസാനം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതിന്റെ പ്രായശ്ചിത്തം ഇവിടെ വെച്ച് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ട് കല്ലുകൾ എന്റെ ശരീരത്തിൽ തുളച്ചു കയറി നബിയേ. വേദന കൊണ്ട് ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു നബിയേ. ഇന്നെന്റെ ശരീരം മുഴുവന് കല്ലുകളുടെ ഏറുകളേറ്റിട്ട് എന്റെ ശരീരം മുഴുവൻ ഇടിഞ്ഞു നിറങ്ങുന്ന വേദനയാണ് നബിയേ. എന്താണ് മായിസേ ഇനി എനിക്ക് അങ്ങയോട് അറിയാനുള്ളത്? ഞാൻ ഈ ഏറുകളേറ്റിട്ട് പ്രഹരമേറ്റിട്ട് അങ്ങയുടെ മടിത്തട്ടിൽ കിടന്ന് വിട പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്, അള്ളാഹുടെ മുമ്പിലേക്ക് എന്നെ ഹാജരാക്കപ്പെടാൻ പോവുകയാണ്. അവിടെ പോകുമ്പോ ഇതേ തെറ്റിന്റെ പേര് ഇനി നരകത്തിലും എനിക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമോ യാ റസൂലല്ലാഹ് എന്ന് മഹാനായ മായിസ് റളിയല്ലാഹു തആല ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടി സമാപനത്തിൽ നിങ്ങളോട് ഞാൻ പകർന്നു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മായിസേ വേണ്ട വേണ്ട, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ ലാ യുഅദ്ദിബുഹുമുല്ലാഹു ബിഅദാബി. മായിസേ എന്റെ സമുദായത്തിന് അല്ലാഹു ധാരാളം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു തെറ്റിന്റെ പേരിൽ എന്റെ സമൂഹത്തെ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരാവുകയും തൗബ ഇവിടെ വെച്ച് തന്നെ നടത്തുകയും പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ യാത്ര തിരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് ഏതാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മടക്കയാത്ര നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, 7 വൻപാതകങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. അറിയാതെ ചെയ്തു പോയാൽ വതുബൂ ഇലല്ലാഹി ജമീആ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടക്കണേ. തെറ്റുകളൊക്കെ പുറത്തു മാപ്പാക്കി അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ വിട പറയാൻ ഒരുങ്ങണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് എപ്പോഴും വിട പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞ് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.